ദ മാജിക് നോവലിലേക്ക് സ്വാഗതം. മല്ലിക യൂനിസിന്റെ നിനക്കായി മാത്രം പാർട്ട് 1. കാറിന് വേഗതയേറിയിരിക്കുന്നു. ഇരുവശങ്ങളിൽ പിന്നിലേക്ക് പാഞ്ഞു പോകുന്ന വിസ്തൃതമായ നെൽപ്പാടങ്ങൾക്ക് മീതെ സന്ധ്യയുടെ നീർത്ത തേങ്ങലുകൾ വീഴാൻ തുടങ്ങിയത് നോക്കിയിരിക്കുമ്പോൾ മനസ്സ് കണക്കുകൂട്ടി. വീട്ടിലെത്തുമ്പോഴേക്കും രാത്രിയാകും. നീണ്ട 4 മാസങ്ങൾക്ക് ശേഷമാണ് ഈ യാത്ര. സ്റ്റഡി ലീവിന് വീട്ടിൽ നിൽക്കാമെന്ന് പറഞ്ഞിട്ടും ഏട്ടൻ സമ്മതിച്ചില്ല. താൻ പഠിത്തം മുഴപ്പുമെന്നായിരുന്നു ഭയം. അച്ഛനിൽ നിന്ന് ലഭിച്ചിരുന്ന മൗനാനുവാദത്തിനും അതോടെ പ്രസക്തി ഇല്ലാതായി. ഒന്നോർത്താൽ ഏട്ടൻ അനുവാദം നൽകാതിരുന്നത് നന്നായി എന്ന് തോന്നുന്നു. കഴിഞ്ഞ 2 വർഷമായി ജീവിതത്തിന്റെ ഏറിയ ഭാഗവും ഹോസ്റ്റലിലും കോളേജിലുമായി കഴിഞ്ഞുകൂടിയ തന്റെ ദിവസങ്ങൾക്ക് തിളക്കമേറുന്നത് വീട്ടിലെത്തി കിട്ടുമ്പോഴാണ്. ഓരോ അവധിക്ക് മുൻപുള്ള ദിവസങ്ങളിൽ മനസ്സ് ഒരു പൂത്തുമ്പിയാകും. അതിരുകളില്ലാത്ത, വിലക്കുകളില്ലാത്ത തന്റെ സാമ്രാജ്യത്തിലേക്ക് കുതിച്ചെത്താനുള്ള ആവേശം. പരീക്ഷയെന്ന കടമ്പ പോലും ആ ആഹ്ലാദത്തിന് മുമ്പിൽ നിസ്സാരമായേ തോന്നിയിട്ടുള്ളൂ. വെറുതെ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോഴറിഞ്ഞു, പകൽ വെളിച്ചത്തിന്റെ അവസാന തിരിയും അണയാറായിരിക്കുന്നു. ഇരുഭാഗങ്ങളിലേക്കുമുള്ള കടകൾ ദീപക്കാഴ്ചയൊരുക്കി തുടങ്ങി. ചിന്തകൾ പിന്നിട്ട് വന്ന വഴിത്താരകളിൽ മേഞ്ഞു നടക്കുകയാണ്. മണിക്കൂറുകൾക്ക് മുൻപാണ് ജീവിതത്തിന്റെ ഒരു അധ്യായം കൂടി മനസ്സിന്റെ ഏടുകളിൽ എഴുതി പൂർത്തിയാക്കിയത്. ഇനി എഴുതി തുടങ്ങേണ്ടെന്ന പുറം ശൂന്യമാണ്. വൈകുന്നേരം എല്ലാം അടുക്കി പെറുക്കി വെക്കുമ്പോൾ തൊട്ടടുത്ത് വന്ന് മൂഖയായി നിരുന്ന സൗമ്യയുടെ മിഴികളിൽ അവസാനിക്കാൻ പോകുന്ന സൗഹൃദത്തിന്റെ നനുനനുത്ത നൊമ്പരം പടർന്നിരുന്നു. ഡിഗ്രി കോഴ്സിന് ഇങ്ങോട്ട് തന്നെ പോരുമോ? നീണ്ടു നിന്ന മൗനം ഭഞ്ജിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. എന്തോ അറിയില്ല. മറുപടി പറയുമ്പോഴും നോട്ടം ജനാലയിൽ കൂടി താഴേക്കായിരുന്നു. ഗേറ്റ് കടന്നു വരുന്ന ഓരോ അംബാസിഡർ കാർ കാണുമ്പോഴും മനസ്സ് തുടി കൊട്ടാൻ തുടങ്ങും. രാവിലെ അച്ഛൻ വിളിച്ച് പറഞ്ഞിരുന്നതാണ് കൃത്യം 5 മണിക്ക് മുമ്പേ കാർ എത്തിയിരിക്കുമെന്നും. വീട്ടിൽ ചെന്നിട്ട് കത്തെഴുതാൻ മറക്കരുത്, സൗമ്യ വീണ്ടും ഓർമ്മപ്പെടുത്തി. ഇല്ല. വാഗ്ദാനങ്ങൾ വീണ്ടും പുതുക്കുമ്പോൾ ഉള്ളിൽ ഓർത്തു, ഇത് എത്രാമത്തെ തവണയാണ്? ജനാലയ്ക്കൽ നിന്ന് കണ്ണുകൾ പിൻവലിച്ച് മൂകയായിരുന്ന സൗമ്യയുടെ അരികിൽ ചെന്നിരിക്കുമ്പോൾ അന്തരീക്ഷത്തിന്റെ വീർപ്പടക്കി നിന്നിരുന്ന നിശബ്ദത മനസ്സിന്റെ ഉള്ളറകളിൽ നീറിപ്പിടിക്കാൻ തുടങ്ങിയിരുന്നു. ഗ്രഹാതുരത്വത്തിന്റെ പിടിയിലമർന്ന ഹോസ്റ്റലിലെ ആദ്യത്തെ രാവുകളിൽ സൗമ്യയായിരുന്നു ആശ്വാസം. ഓർമ്മ വെച്ച നാൾ മുതൽ ബോർഡിങ്ങിൽ ജീവിതം തളച്ചിടേണ്ടി വന്ന അവളുടെ കഥകൾ തളർന്നു തുടങ്ങിയ മനസ്സിന് ഒരു പിടിവള്ളിയായി. വർഷങ്ങൾ കൂടുമ്പോൾ സാഗരങ്ങൾക്കപ്പുറം നിന്ന് പറന്നു വരുന്ന മാതാപിതാക്കളുടെ മുഖം പോലും അവൾക്ക് അവ്യക്തമായി തുടങ്ങിയിരുന്നു. മുത്തശ്ശനും മുത്തശ്ശിയും പകർന്നു നൽകുന്ന വാത്സല്യത്തിന്റെ ഊഷ്മളത ആ മനസ്സിനെ തളർത്തിയില്ല. പഠിത്തത്തിനിടയിൽ ഇതുപോലെ വീണുകെട്ടിയ സൗഹൃദം വിലമതിക്കാനാവാത്ത ഒരു നിധിയായി അവൾ എന്നും കാത്തു സൂക്ഷിക്കുന്നു. ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ ഒപ്പം പഠിച്ചിരുന്നവരുടെ കത്തുകൾ മുറ തെറ്റാതെ വരുന്നതും അതിനവൾ ഉത്സാഹത്തോടെ മറുപടി എഴുതുന്നതും ഒട്ടൊരു അത്ഭുതത്തോടെ മാത്രമേ നോക്കിക്കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ആ നിമിഷങ്ങളിൽ മനോമുകുരത്തിൽ തെളിയുന്നത് കോൺവെന്റ് സ്കൂളിൽ തന്നോടൊപ്പം ഉണ്ടായിരുന്ന കൂട്ടുകാരികളുടെ മുഖങ്ങളാണ്. ഇത്രയും അകലെയുള്ള വുമൻസ് കോളേജിൽ തേടി പിടിച്ച് പോരേണ്ടി വന്നപ്പോൾ അവരിൽ നിന്നൊക്കെ അകലേണ്ടി വന്നു. ഹോസ്റ്റലിൽ എത്തിയതിനു ശേഷമുള്ള ആദ്യ ദിവസങ്ങളിൽ ഷീല പതിവായി കത്തുകൾ എഴുതുമായിരുന്നു. ഒരു ദിവസം പോലും വൈകാതെ മറുപടി എഴുതിക്കൊണ്ടിരുന്ന തന്റെ പതിവിന് എന്നു മുതൽക്കാണ് മാറ്റം വന്നു തുടങ്ങിയെന്നുള്ള കാര്യം വിസ്മയത്തോടെ ഓർത്തു. ഷീലയുടെ അവസാന കത്ത് സ്യൂട്ട് കേസിന്റെ ഉള്ളറയിൽ വിശ്രമം പൂണ്ട് കിടക്കുന്നുണ്ടാകും. ഏതോ അവധിയുടെ തുടക്കത്തിലുള്ള ദിവസമായിരുന്നു ആ കത്ത് കയ്യിൽ കിട്ടിയത്. ഒന്ന് ഓടിച്ചു നോക്കി സൂക്ഷിച്ചു വെച്ചു. പിന്നീടത് മറന്നു. ഉറക്കത്തിന്റെ താഴ്വരയിലേക്ക് ഊർന്നിറങ്ങുന്ന നിമിഷങ്ങളിൽ മറുപടി എഴുതേണ്ടെന്ന കാര്യം ഓർമ്മയിലെത്തും. പിറ്റേനാളത്തേക്ക് നീട്ടി നീട്ടി വെച്ച് ആ ബന്ധത്തിന്റെ കണ്ണിയറ്റു. ഇപ്പോഴും ഉള്ളിൽ കുറ്റബോധമുണ്ട്. വിശാലമായ ഗേറ്റിന് മുൻപിൽ കാർ ഒരു ഇരമ്പലോടെ ചെന്ന് നിന്നപ്പോൾ ചിന്തയിൽ നിന്ന് ഞെട്ടി ഉണർന്നു. പുറത്തേക്ക് നോക്കി. പ്രസ്സിന് മുൻപിലാണ്. ഡോർ തുറന്ന് പുറത്തേക്ക് നിടങ്ങുന്നതിനിടയിൽ പിള്ളച്ചേട്ടൻ പറഞ്ഞു, സാർ ഇവിടെ ഉണ്ടാകും, തിരിച്ചു വരുന്ന വഴി വിളിക്കണമെന്ന് പറഞ്ഞിരുന്നു. തുറന്നു കിടന്ന ഗേറ്റിനരികിലേക്ക് ആരോ അകത്തു നിന്നും കടന്നു വരുന്നു. അയാൾ പിള്ളച്ചേട്ടനോട് എന്താണ് പറഞ്ഞതെന്ന് വ്യക്തമായില്ല. അകത്തേക്ക് പോകാതെ മടങ്ങി വരുന്നത് കണ്ടപ്പോൾ ഉത്കണ്ഠയോടെ ആ മുഖത്തേക്ക് നോക്കി. സാറ് വർക്ക്ഷോപ്പിലേക്ക് പോയി. എന്തിന്? സ്വരത്തിൽ നിരാശ നിഴലിട്ടു. ഈ റൂട്ടിലോടുന്ന നമ്മുടെ ബസ് ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നെന്ന് പറഞ്ഞ് ഫോൺ വന്നിട്ടാ പോയത്. ഒരു തരം നിസ്സംഗത മനസ്സിനെ മൂടുന്നതറിഞ്ഞു. ഇന്നിനി അച്ഛൻ വീട്ടിൽ തിരിച്ചെത്താൻ വൈകിയേക്കും. ഉള്ളിൽ പതിഞ്ഞുയർന്നിരുന്ന ആമർഷം പുറത്തേക്ക് കുതികുത്താൻ പാകത്തിലായിരിക്കുന്നു.
മണിക്കൂറുകൾക്ക് മുമ്പ് അച്ഛൻ വിളിച്ചിരുന്നപ്പോൾ എടുത്തു ചോദിച്ചതാണ് കൂട്ടിക്കൊണ്ടുവരാൻ ആരാണ് എത്തുന്നതെന്ന്. പിള്ളച്ചേട്ടനാണെന്ന് അറിഞ്ഞപ്പോഴേ മനസ്സ് മരവിച്ചു. അച്ഛന് പോരാൻ പറ്റിയില്ലെങ്കിൽ ഏട്ടനെങ്കിലും പോരാമായിരുന്നു. ആ കാര്യം സൂചിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ തന്റെ മനസ്സ് വായിച്ചിട്ടെന്ന പോലെ അച്ഛൻ പറഞ്ഞു, രവി ഇവിടെ ഇല്ല മോളെ, അവൻ അങ്ങോട്ട് വരാനിരുന്നതാണ്. ഏട്ടൻ എവിടെ പോയി? കോഴിക്കോട് വരെ, കമ്പനിയുടെ കാര്യത്തിനാണ്, രാത്രിയിലെത്തും. പിന്നീട് വാശി പിടിച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നിയപ്പോൾ പറഞ്ഞു, 5 മണിക്ക് മുമ്പ് തന്നെ കാർ അയക്കണം. നിന്റെ പരീക്ഷ എപ്പോ തീരും? അതിന് മുൻപ് തന്നെ തീരും. ഞാനെല്ലാം അടുക്കി പെറുക്കി വെച്ചിരിക്കുക. കാറിങ് എത്തേണ്ട താമസേ ഉള്ളൂ. മോള് പരീക്ഷ കഴിഞ്ഞ് വരുന്നതിന് മുൻപ് തന്നെ കാർ അവിടെ എത്തിയിരിക്കും. അച്ഛൻ അങ്ങനെ ഉറപ്പു തന്നിട്ടും കാറെത്തത് 6 മണിയാകാൻ 10 മിനിറ്റ് ഉള്ളപ്പോഴാണ്. അതുവരെയുള്ള കാത്തിരിപ്പിന്റെ അസഹ്യത പിള്ളച്ചേട്ടന്റെ ഹൃദ്യമായ ചിരിയുടെ മുൻപിൽ അലിഞ്ഞില്ലാതായി. പിന്നീടെല്ലാം പെട്ടെന്നായി. വാർഡനോടും സൗമ്യയോടും യാത്ര പറയേണ്ട താമസം മാത്രമേ ഉണ്ടായുള്ളൂ. വിട പറയുമ്പോൾ സൗമ്യയുടെ കണ്ണുകളിൽ ഊറിക്കൂടി നിന്ന നനവിന്റെ തിളക്കം ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി. ആ കൈ പിടിച്ചമർത്തി തിരിഞ്ഞു നടക്കുമ്പോൾ തന്റെ മിഴികളിലും നനവ് പടർന്നിരുന്നു. രാത്രി അവൾ തനിച്ചാകും മുറിയിൽ. മറ്റുള്ളവരെല്ലാം വൈകുന്നേരം തന്നെ പോയി കഴിഞ്ഞു. സൗമ്യയെ കൂട്ടിക്കൊണ്ടുപോകാൻ മുത്തശ്ശൻ രാവിലെ എത്തുകയുള്ളൂ. ഈ കഴിഞ്ഞ നിമിഷങ്ങൾ വരെ ഉള്ളിൽ മുളപൊട്ടി നിന്നിരുന്ന ആനന്ദത്തിന്റെ ഇതളുകൾ വാടി വീഴുന്നതറിഞ്ഞു. അച്ഛനും ഏട്ടനുമില്ലാത്ത നിശബ്ദത ഉറഞ്ഞുകൂടി നിൽക്കുന്ന വീടാവും തന്നെ എതിരേൽക്കാൻ ഒരുങ്ങി നിൽക്കുന്നത്. എന്നും പതിഞ്ഞ ശബ്ദത്തിൽ മാത്രം സംസാരിക്കുന്ന അമ്മയാവും തന്നെ സ്വീകരിക്കാനെത്തുക. സതിയേട്ടത്തി എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. അമ്മാവന്റെ അസുഖ വിവരം അറിഞ്ഞ് വീട്ടിലേക്ക് പോയ ഏട്ടത്തി ഇതുവരെ മടങ്ങി വന്നിട്ടില്ല. മനസ്സ് കാറ്റൊഴിഞ്ഞ ബലൂൺ പോലെയായി തീർന്നിരിക്കുന്നു. അമ്മയും താനും മാത്രമായി പകലുകൾ തള്ളി നീക്കേണ്ടി വരും. കാറിന്റെ വേഗത കുറഞ്ഞത് കണ്ടപ്പോൾ പുറത്തേക്ക് നോക്കി. വീടെത്തിയിരിക്കുന്നു. പിള്ളച്ചേട്ടൻ കാറിൽ നിന്നിറങ്ങി ഗേറ്റ് തുറന്നിടുന്നത് കണ്ടു. അകത്തേക്ക് ചെല്ലുമ്പോൾ ആകാംക്ഷയോടെ ഉമ്മറത്തേക്ക് നോക്കി. കഥ കടഞ്ഞു കിടക്കുന്നു. ഏട്ടൻ വന്നിട്ടുണ്ടാവില്ല. കാറിൽ നിന്നിറങ്ങുമ്പോൾ പൂമുഖവാതിൽ തുറന്ന് അമ്മൂമ്മ വന്നു. ആ, മോൾ എത്തിയോ? കയ്യിലിരുന്ന ബാഗ് വാങ്ങുന്നതിനിടയിൽ അവർ ചോദിച്ചു. ആ സ്വരത്തിൽ ആഹ്ലാദം ഇരമ്പി നിൽക്കുന്നു. മോൾ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. ഓരോ വരവിനും കേൾക്കേണ്ടി വരുന്ന സ്ഥിരം പല്ലവി അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാവും. അല്ല മോളെ, സത്യമായി പറയുന്നതാ. മോൾ ആകെ മാറി. ഡിക്കിയിൽ നിന്ന് സ്യൂട്ട് കേസും ബാസ്ക്കറ്റും എടുത്ത് പുറത്തു വെക്കുന്നതിനിടയിൽ പിള്ളച്ചേട്ടനും അത് ശരിവെച്ചു. നേരാ, കുഞ്ഞങ്ങ് ക്ഷീണിച്ചു. ഒന്നുകൂടി നീണ്ടതുപോലെ. ഇനി സമ്മതിക്കേ നിവർത്തിയുള്ളൂ. അകത്തേക്ക് നടക്കുന്നതിനിടയിൽ ഉദ്വേഗത്തോടെ അമ്മയോട് ചോദിച്ചു, ഇന്ന് തന്നെ ഏട്ടൻ വരുമോ? വരും. സതിയേട്ടത്തിയോ? ആ, അറിയില്ല. അവരുടെ അമ്മാവൻ എങ്ങനുണ്ട്? കുറവുണ്ടെന്നാ പറഞ്ഞത്. ഇവിടുന്ന് മോളുടെ അച്ഛൻ ഇന്നലെ പോയിരുന്നു. ചിലപ്പോ നാളെയോ മറ്റന്നാളോ സതിക്കുഞ്ഞു വരും. അകത്തളത്തിൽ എത്തിയപ്പോൾ ബാഗ് താഴെ വെച്ച ഫ്ലാസ്കിൽ നിന്ന് ചായ പകരാൻ തുടങ്ങുന്ന അമ്മയെ വിലക്കി. ഓറഞ്ച് സ്ക്വാഷിൽ ഐസ് ക്യൂബ് ഇട്ട് നുണഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചുറ്റിനും നിറഞ്ഞു നിന്ന നിശബ്ദത മനസ്സിനെ വലയം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. എന്തുകൊണ്ടോ അകാരണമായൊരു നൊമ്പരം ഉള്ളിൽ നീറി പിടിക്കുന്നത് പോലെ. ഈ ഒരു അന്തരീക്ഷത്തിൽ നീന്തി തുടിക്കാൻ വേണ്ടിയായിരുന്നോ താൻ ഓടിപ്പിടഞ്ഞെത്തിയത്? സമയം കളയാനായി വെറുതെ വീട് മുഴുവൻ ചുറ്റി നടന്നു. കുറെ നേരം അടുക്കളയിൽ ചെന്ന് അമ്മയുടെ അരികിൽ ചുറ്റിപ്പറ്റി നിന്ന് നാട്ടുവിശേഷങ്ങൾ കേട്ടു. പിന്നീട് സാവധാനം മുറിയിലേക്ക് വന്ന് പിള്ളച്ചേട്ടൻ വാതിലിനടുത്ത് കൊണ്ടുവച്ച സ്യൂട്ട് കേസും ബാസ്ക്കറ്റും തുറന്ന് വസ്ത്രങ്ങളും പുസ്തകങ്ങളും യഥാസ്ഥാനങ്ങളിൽ അടുക്കി വെച്ചു. ക്ഷീണം തീർക്കാനായി കിടക്കയിൽ നീണ്ടു നിവർന്നു കിടക്കുമ്പോഴും ശ്രദ്ധ മുഴുവനും ഗേറ്റിനരികിലായിരുന്നു. റോഡിലൂടെ കടന്നു പോകുന്ന ഓരോ വാഹനങ്ങളുടെയും ശബ്ദം കേൾക്കാൻ കഴിഞ്ഞു. കൊഴിഞ്ഞു വീഴുന്ന ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഗേറ്റിനരികിൽ അവസാനിക്കുന്ന കാറിന്റെ ഇരമ്പലിനു വേണ്ടി കാതോർത്ത് കിടക്കുമ്പോൾ മയക്കം കണ്ണുകളെ തഴുകി ഉറങ്ങാൻ തുടങ്ങി. മണിക്കൂറുകൾ കഴിഞ്ഞു പോയതറിഞ്ഞില്ല. വാതിലിനരികിൽ അച്ഛന്റെ പരിചിതമായ സ്വരം കേട്ടുണർന്നു. സ്ഥലകാല ബോധം വീണ്ടെടുക്കാൻ നിമിഷങ്ങൾ എടുത്തു. വീട്ടിലാണെന്ന ബോധം ഉള്ളിലുണ്ടായപ്പോൾ ചാടി എഴുന്നേറ്റു. മോൾ ഉണർന്നോ? അച്ഛൻ അകത്തേക്ക് വന്നു. ഞാനൊന്നും മയങ്ങിപ്പോയി. മുന്നോട്ട് ഓടിച്ചെന്ന് അച്ഛന്റെ കഴുത്തിൽ തൂങ്ങുന്നതിനിടയിൽ പറഞ്ഞു, ഞാൻ ഇനി ആരോടും മിണ്ടില്ല. അതെന്താ? ശിരസിൽ തലോടുന്നതിനിടയിൽ അച്ഛൻ ചോദിച്ചു. ഞാൻ വരുന്ന കാര്യം എല്ലാവർക്കും അറിയായിരുന്നല്ലോ. എന്നിട്ടാണ് അച്ഛൻ ഇത്രയും താമസിച്ചത്. ഓ, അതാണോ കാര്യം? ഞാൻ പ്രസ്സിൽ നിന്നെയും കാത്തിരിക്കുമ്പോഴാണ് ബസ് കേടുപറ്റി വഴിയിൽ കിടക്കുന്ന കാര്യം അറിഞ്ഞത്. പോകാതിരിക്കാൻ പറ്റുമോ മോളെ? പണിയാൻ ആൾക്കാരെ ഏർപ്പാട് ചെയ്ത് വേഗം പോരുകയായിരുന്നു. രവിയേട്ടൻ എപ്പോ വരും? രാത്രി തന്നെ എത്തുമെന്ന് പറഞ്ഞിരുന്നതാണ്. ഒന്ന് നിർത്തി
അച്ഛൻ ചോദിച്ചു. പരീക്ഷയൊക്കെ എങ്ങനെ കഴിഞ്ഞു? നന്നായി എഴുതിയിട്ടുണ്ട്. ക്ലാസ് തീർച്ച? അതറിയില്ല. പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ വീണ്ടും ചോദ്യമുണ്ടായി. നിനക്ക് വിശക്കുന്നില്ലേ? അച്ഛൻ ഊണ് കഴിച്ചോ? ഇല്ല, നീ ഉണരുന്നതും കാത്തിരിക്കുകയായിരുന്നു. ഞാനിതാ റെഡി. വേഗം ഓടിച്ചെന്ന് കൈയും മുഖവും കഴുകി. ഡൈനിങ് ടേബിളിൽ അമ്മ എല്ലാം നിരത്തി കഴിഞ്ഞിരുന്നു. അച്ഛൻ തന്നെയാണ് പ്ലേറ്റിലേക്ക് ചോറും കറികളും വിളമ്പി തന്നത്. നാളുകൾക്ക് ശേഷം രുചിയോടുകൂടി ആഹാരം കഴിച്ച നിമിഷങ്ങൾ. അച്ഛൻ ഇടയ്ക്ക് ചോദിച്ചു, ഹോസ്റ്റലിൽ എങ്ങനെ? ഇപ്പോഴും പഴയ സാമ്പാറും രസമൊക്കെ തന്നെയാണോ? ഉവ്വ്, ആ സാമ്പാർ കൂട്ടി മടുത്തു. എന്നാൽ ഇനി ഇവിടെ കുറെ നാളത്തേക്ക് സാമ്പാറേ വെക്കണ്ട കേട്ടോ അമ്മു. അടുക്കള വാതുക്കൽ നിന്ന് അമ്മയോട് അച്ഛൻ മുഖം ഉയർത്തി പറഞ്ഞു. അയ്യോ ചതിക്കല്ലേ, എനിക്ക് അമ്മ വെക്കുന്ന സാമ്പാർ ഇഷ്ടമാണച്ചാ. അച്ഛൻ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. ചിരിയുടെ അലകളൊന്നടങ്ങിയപ്പോൾ അച്ഛൻ പറഞ്ഞു, മോൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് അമ്മുവിനോട് പറഞ്ഞാൽ മതി, അതൊക്കെ ഞാൻ ഏറ്റു. തലകുലുക്കി സമ്മതിക്കുന്നതിനിടയിൽ അച്ഛൻ വീണ്ടും പ്ലേറ്റിലേക്ക് ചോറ് നീക്കിയിട്ട് തരികയായിരുന്നു. ഉറങ്ങിപ്പോയത് എപ്പോഴാണെന്നറിയില്ല. കണ്ണു തുറന്നപ്പോൾ നേരം നന്നായി പുലർന്നിരുന്നു. ആദ്യത്തെ അവധി ദിവസത്തിന്റെ തുടക്കം. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെന്നറിയാവുന്നത് കൊണ്ട് എഴുന്നേൽക്കാൻ മടി തോന്നി. ഹോസ്റ്റലിലായിരുന്നെങ്കിൽ ഈ നേരത്തെ തന്റെ കുളി കഴിയുമായിരുന്നു. വെറുതെ കണ്ണുകളടച്ച് വീണ്ടും കിടക്കയിൽ ചുരുണ്ടുകൂടി. അകത്തളത്തിൽ നിന്ന് ഒഴുകി വരുന്ന സംസാരത്തിന്റെ നേർത്ത അലകൾ കാതുകളിലേക്ക് ഇഴഞ്ഞെത്തി. അച്ഛന്റെ സ്വരം, നീ കമ്പനിയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണെങ്കിൽ അവളെ ഉണർത്ത്. ഇന്നലെ 11 മണിവരെ നിന്നെയും കാത്തിരുന്ന് പിണങ്ങിയാ പോയി കിടന്നത്. ഏട്ടനോടാണ്. ഇന്നലെ എപ്പോഴാണാവോ ഏട്ടൻ എത്തിയത്? ഏട്ടൻ അകത്തളത്തിൽ എത്തിയെന്ന് അറിഞ്ഞിട്ടും എഴുന്നേൽക്കാൻ തോന്നിയില്ല. സുഖകരമായൊരാലസ്യം ശരീരത്തെ തളർത്തുന്നു. മണി 9 കഴിഞ്ഞു. ഇതുവരെ അവൾ എഴുന്നേറ്റില്ലേ? സതി! ഏട്ടൻ നീട്ടി വിളിക്കുന്നത് കേട്ടപ്പോൾ കാതുകൾ ജാഗരൂകമായി. സതിയേട്ടത്തി, നീ രേണുവിനെ ചെന്ന് വിളിക്കേ. സതിയേട്ടത്തിയോടാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. നല്ല ഉറക്കമാ. ഞാൻ ഇത്തിരി മുൻപ് ചെന്ന് നോക്കിയപ്പോഴും. സതിയേട്ടത്തിയുടെ മറുപടി. വേഗം തട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. നൈറ്റിയുടെ ചരട് മുറുക്കുന്നതിനിടയിൽ വാതുക്കൽ കാൽപെരുമാറ്റം കേട്ട് തല ഉയർത്തി നോക്കി. സതിയേട്ടത്തി. വിസ്മയം വഴിഞ്ഞൊരുങ്ങുന്ന തന്റെ നോട്ടം കണ്ടിട്ടാവും ആ ചുണ്ടുകളിൽ പുഞ്ചിരി വിടർന്നു. ആഹാ, രേണു എഴുന്നേറ്റോ? ഏട്ടത്തി എപ്പോ വന്നു? രാത്രിയിലും. വെറുതെ. ഇല്ല രേണു, ഞങ്ങൾ വന്നപ്പോ കുറെ ഇരുട്ടി. നീ നല്ല ഉറക്കം, പിന്നെ വിളിക്കണ്ടാന്ന് കരുതി. രവിയേട്ടൻ അതുവഴി വന്നോ? ഉവ്. അമ്മാവൻ എങ്ങനെയുണ്ട്? കുറച്ചു മാറി, തീർത്തു സുഖമായിട്ടില്ല. തന്റെ ചോദ്യങ്ങളൊന്ന് അവസാനിച്ചപ്പോൾ ഏട്ടത്തി പറഞ്ഞു, പുറത്തേക്ക് വാ, ഏട്ടൻ കാത്തിരിക്കുന്നു. ദാ ഇപ്പോഴെത്താം. വേഗം തിരിഞ്ഞ് ബാത്റൂമിലേക്ക് ഓടി മുഖവും വായും വൃത്തിയാക്കുന്നതിനിടയിൽ എതിരെയുള്ള നിലക്കണ്ണാടിയിൽ നോക്കി. കൺപോളകൾ കനത്തിരുന്നു. വൈകി എഴുന്നേറ്റത് കൊണ്ടാവും. മുടി ഒതുക്കി അകത്തളത്തിലേക്ക് ചെന്നു. ഏട്ടൻ കാപ്പി കുടിക്കുകയാണ്. ഇടയ്ക്കിടെ തന്റെ മുറിയുടെ വാതുക്കലേക്ക് നോട്ടം വന്ന് വീഴുന്നത് കണ്ടപ്പോൾ ഉള്ളിൽ ചിരി പൊട്ടി. കർട്ടൻ മാറ്റി പുറത്തേക്ക് ചെല്ലുമ്പോൾ മുഖത്ത് കപട ഗൗരവം ഉണ്ടായിരുന്നു. ആഹാ, നല്ല പാർട്ടിയാ. ഞങ്ങൾ വരുന്നതിന് മുമ്പ് കേറി കിടന്നങ്ങ് ഉറങ്ങിക്കളഞ്ഞു. പഴി തന്റെ മേൽ ചാരാനുള്ള ആ ഭാവം കണ്ടപ്പോൾ അടുത്തു നിന്ന് സതിയേട്ടത്തേക്ക് ചിരി വന്നു. മറുപടി പറയാതെ ഡൈനിങ് ടേബിളിനരികിൽ കസേര വലിച്ചിട്ടിരുന്നു. ഏട്ടന്റെ മുഖത്തേക്ക് മനഃപൂർവ്വം നോക്കിയില്ല. കണ്ണുകൾ ഏറ്റുമുട്ടിയാൽ തന്റെ ഗൗരവമൊക്കെ ഊർന്നു വീഴുമെന്നറിയാം. പിണങ്ങിയിട്ട് തന്നെയാണോ? ഉള്ളിൽ നിന്നുയർന്നു വന്ന മൂളൽ ചുണ്ടുകളിൽ തന്നെ ഞെരിഞ്ഞമർന്നു. അപ്പോഴേ സതി, ഞാൻ ആ കൊണ്ടുവന്ന സാധനം ആർക്കാ കൊടുക്കുക? ഇവള് പിണങ്ങിയിരിക്കുവല്ലേ? സ്വയം അറിയാതെ തല ഉയർന്നുപോയി. ഏട്ടന്റെ ചിരിക്കുന്ന കണ്ണുകളിലേക്കാണ് നോട്ടം ചെന്ന് മുട്ടിയത്. അടുത്ത നിമിഷം ചിരി ഉതിർന്നു വീണു. കണ്ടോ, പിണക്കത്തിന്റെ ആഴം കണ്ടോ? ഏട്ടൻ കളിയാക്കാനുള്ള ശ്രമമാണെന്ന് കണ്ടപ്പോൾ പറഞ്ഞു, വേണ്ട, ഞാൻ പിണങ്ങിയിട്ട് തന്നെയാ. ഇന്നലെ ഞാൻ വരുമെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ ഏട്ടൻ പോയത്. ഉള്ളിൽ അതുവരെ തികട്ടി നിന്നിരുന്ന പരിഭവം പുറത്തേക്ക് തെറിച്ചു. സോറി പറഞ്ഞേക്കാം, മാറ്റിവെക്കാൻ പറ്റാത്തൊരാവശ്യമായത് കൊണ്ടാണ് പോകേണ്ടി വന്നത്. നീ വരുമെന്നുള്ളത് കൊണ്ട് സതിയുടെ വീട്ടിൽ പോലും തങ്ങാതെ നേരെ ഇങ്ങ് പോന്നു. അവിടെ വന്നപ്പോൾ തന്നെ 10:30 കഴിഞ്ഞു. ഇന്നിനി രാത്രി യാത്ര വേണ്ടാന്ന് ഏട്ടനും അമ്മാവന്മാരും ഒക്കെ പറഞ്ഞതാ, സതിയേട്ടത്തി പറഞ്ഞു. എല്ലാം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഏട്ടന്റെ ചോദ്യമുണ്ടായി. പരീക്ഷ എങ്ങനുണ്ടായി? റാങ്ക് കിട്ടുമോ? പോയേട്ടാ, കളിയാക്കാതെ. എന്താ, റാങ്ക് അത്ര മോശമായ കാര്യമാണോ? ഞാൻ ജയിക്കും, അതുപോലെ. അപ്പോൾ ക്ലാസ് ഉണ്ടാവില്ലെന്നർത്ഥം. ക്ലാസ് വാങ്ങിയാൽ ഏട്ടൻ എനിക്ക് എന്ത് തരും? ഉത്തരം ഉടനെ ഉണ്ടായി. നല്ലൊരു ചെറുക്കനെ ഞാൻ അന്വേഷിക്കുന്നുണ്ട്. ഒറ്റ ചാട്ടത്തിന് കസേര പിന്നിലേക്ക് നിരക്കി
എഴുന്നേറ്റു. സതിയേട്ടത്തിയുടെയും ഏട്ടന്റെയും പൊട്ടിച്ചിരകൾക്കിടയിൽ ഒരു നിമിഷം എന്തു വേണമെന്നറിയാതെ പതുങ്ങി നിന്നു. അടുക്കള വാതുക്കൽ സംസാരം കേട്ടു നിന്ന അമ്മു അമ്മയിലും ചിരി പടർന്നിരിക്കുന്നത് കണ്ടപ്പോൾ ദേഷ്യമുണർന്നു. തിരിഞ്ഞ് മുറിയിലേക്ക് നടക്കാൻ തുടങ്ങിയതാണ്. കാപ്പികുടി മതിയാക്കി എഴുന്നേറ്റ ഏട്ടൻ കയ്യിൽ പിടിച്ചു നിർത്തി. അങ്ങനെ അങ്ങ് പോയാലോ? ഏട്ടൻ തമാശ പറഞ്ഞതല്ലേ. രേണു, വാ, ഇതാ ചായ. സതിയേട്ടതയും വിഷയം മാറ്റാനുള്ള തിരക്കിലായി. വീണ്ടും തീന്മേശയ്ക്കരികിൽ വന്നിരുന്ന് ചായ പതുക്കെ കുടിക്കുമ്പോൾ കൈ കഴുകി മടങ്ങി ഏട്ടൻ ചോദിച്ചു, ഞാൻ കമ്പനിയിലേക്ക് പോകുന്നു. നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടേ പറയ്, വരുമ്പോൾ വാങ്ങിയിട്ട് വരാം. എനിക്കൊന്നും വേണ്ട. ഏട്ടൻ എന്താ കോഴിക്കോട്ടുനിന്ന് വാങ്ങിക്കൊണ്ടു വന്നത്? അതോ, അത് സസ്പെൻസ് ആണ്. കയ്യിൽ കിട്ടുമ്പോ അറിഞ്ഞാ മതി. കവിളത്ത് തട്ടി ഏട്ടൻ പുറത്തേക്ക് നടക്കുന്നത് നോക്കിയിരുന്നപ്പോൾ ഉള്ളിൽ ആകാംക്ഷയേറുകയായിരുന്നു. ചായക്കപ്പ് വേഗം ഒഴിച്ചു വെച്ച് പൂമുഖത്തേക്ക് പോയ സതിയേട്ടത്തിന്റെ പിന്നാലെ ചെന്നു. പോർട്ടിക്കോയിൽ ആരോടോ സംസാരിച്ചുകൊണ്ടിരുന്ന അച്ഛനോട് യാത്ര പറഞ്ഞ് ഏട്ടൻ കാർ സ്റ്റാർട്ട് ചെയ്തു. ഏട്ടൻ പോകുന്നത് നോക്കി നിന്ന സതിയേട്ടത്തി ചോദിച്ചു, സമയം കുറെയായി, കാപ്പി കുടിക്കുന്നില്ലേ? കുടിക്കാം. അച്ഛൻ കഴിച്ചോ? ഇല്ല. രേണു ചെന്ന് പല്ല് തേച്ചിട്ട് വരൂ. ഏട്ടത്തി ധൃതിയിൽ അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ സാരി തുമ്പിൽ പിടിച്ചു നിർത്തി. പറയേ ഏട്ടത്തി, എനിക്ക് എന്താ ഏട്ടൻ കൊണ്ടുവന്നത്? വരൂ, കാണിച്ചു തരാം. ഏട്ടത്തി സ്യൂട്ട് കേസ് തുറന്ന് വർണ്ണ നൂലുകൊണ്ട് ഭദ്രമായി കെട്ടിവെച്ചിരുന്ന കാർഡ്ബോർഡ് പെട്ടി എടുത്തു തരുന്നത് വരെ മനസ്സ് വീർപ്പടക്കി നിന്നു. ആകാംക്ഷയോടെ കെട്ടഴിച്ചു നോക്കി. 2 സാരികൾ. ഇതെനിക്കോ? അമ്പരപ്പോടെ മിഴികൾ ഉയർത്തി. രേണുവിന് തന്നെ. എന്താ ഇനി സാരി ഉടുത്താൽ? ഇപ്പൊ നല്ല നീളം വെച്ചിട്ടുണ്ട്. പക്ഷേ ബ്ലൗസ് ഇല്ലാതെ എങ്ങനാ? അത് നമുക്ക് തയ്പ്പിക്കാം. ദേ, ഈ സാരി ജയയുടെ കല്യാണത്തിന് ഉടുക്കാൻ പറ്റിയതാണ്. കസവിന്റെ ബോർഡറുള്ള കാഞ്ചീപുരം സാരി തൊട്ട് കാണിച്ച് ഏട്ടത്തി പറഞ്ഞു. ഡേറ്റ് നിശ്ചയിച്ചോ? ഉവ്, 16-ാം തീയതി. ഉള്ളിൽ ആഹ്ലാദം ഇരമ്പി നിന്നു. വല്യച്ഛന്റെ ഇളയ മകളായിരുന്നു ജയചേച്ചി. വിവാഹ നിശ്ചയം നടന്നതൊക്കെ താൻ അറിഞ്ഞിരുന്നു. രവിയേട്ടന്റെ വിവാഹത്തിന് ശേഷം കുടുംബത്തിൽ ആദ്യമായി ഉണ്ടാകുന്ന വിശേഷമാണ്. കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, മുത്തശ്ശിയെ കാണാൻ പോകണ്ടേ? നീ വരുന്നതും ചോദിച്ചിരിക്കുകയാണ്. പോണം. എപ്പോഴാണ്? ഉച്ച കഴിഞ്ഞ് നീ സതിയും കൂട്ടി പൊയ്ക്കോളൂ. എനിക്ക് ഇന്ന് വരാൻ സമയമില്ല. സതിയേട്ടത്തി മൂളി. ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്ന രവിയേട്ടനോട് സമ്മതം വാങ്ങി അച്ഛന്റെ കാറിലാണ് മുത്തശ്ശിയെ കാണാൻ പോയത്. കാറിലിരിക്കുമ്പോൾ ചിന്ത മുത്തശ്ശിയിൽ തന്നെ ചുറ്റിപ്പറ്റി നിന്നു. അവർ തീർത്തും കിടപ്പിലായിരിക്കുന്നു. പ്രായാധിക്യവും രോഗവും ആരോഗ്യവും നശിപ്പിച്ചു. സതിയേട്ടത്തി വീട്ടിൽ വരുന്നതുവരെ മുത്തശ്ശി വീട്ടിലുണ്ടായിരുന്നു. അമ്മയുടെ മരണത്തോടെ വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ മടങ്ങിപ്പോയില്ല. അന്ന് കൊച്ചുകുട്ടിയായിരുന്ന തനിക്ക് ഒരമ്മയുടെ സ്നേഹവാത്സല്യം പകർന്നു നൽകിയത് അവരാണ്. രവിയേട്ടന്റെ വിവാഹം കഴിഞ്ഞപ്പോൾ മുത്തശ്ശന്റെ സ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന തറവാട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോകണമെന്ന അവരുടെ ആഗ്രഹത്തിന് ആരും തടസ്സം നിന്നില്ല. അച്ഛൻ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ചെന്ന് കാണാതിരിക്കില്ല. വല്യച്ഛന്റെ വീടിന്റെ മുന്നിൽ ചെന്ന് കാർ നിന്നപ്പോൾ ജയചേച്ചിയാണ് ആദ്യം ഓടിയെത്തിയത്. അല്ല, കല്യാണപ്പെണ്ണ് ഓടിച്ചാടി നടക്കുവാണോ? സതിയേട്ടത്തി ചോദിച്ചു. പോയേട്ടത്തി കളിയാക്കാതെ. ജയചേച്ചി സതിച്ചേട്ടത്തിയുടെ കൈത്തണ്ടയിൽ നുള്ളി. ഷോ, ജയൻ നഖം വളർത്തി വെച്ചിരിക്കുകയാണോ? എന്നാൽ ഡോക്ടർ വലഞ്ഞത് തന്നെ. സതിയേട്ടത്തി വിടാനുള്ള ഭാവമില്ലായിരുന്നു. ജയചേച്ചിയുടെ മുഖം ചെമ്പരത്തി പൂ പോലെ തുടുത്തു. ഞാൻ ഇനി ഏട്ടത്തിയോട് മിണ്ടില്ല, വരേണു. ചേച്ചി തന്റെ കൈത്തണ്ടയിൽ പിടിച്ചു വലിച്ച് ഉള്ളിലേക്ക് നടന്നു. അപ്പോഴേക്കും ചേച്ചിയമ്മ അകത്തുനിന്ന് വന്നിരുന്നു. മുത്തശ്ശിയുടെ മുറിയിൽ തന്നെ കുറെ നേരം കഴിച്ചുകൂട്ടി. അടുത്ത് പിടിച്ചിരുത്തി അവർ ശിരസിലും മുതകിലുമൊക്കെ തടവുകയായിരുന്നു. കാറ്റും വെളിച്ചവും ധാരാളം കടക്കുന്ന വിശാലമായ മുറിയിൽ കഴിച്ചുകൂട്ടിയ നിമിഷങ്ങൾ അത്രയും മനസ്സ് കഴിഞ്ഞ കാലങ്ങളിലൂടെ ഊളിയിട്ടു. കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ചേച്ചിയമ്മ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് ഫോൺ ചെയ്യാനിരുന്നതാ. മറ്റന്നാൾ സതിക്ക് അസൗകര്യമൊന്നുമില്ലല്ലോ? ഏട്ടത്തി ചോദ്യഭാവത്തിൽ തലയുയർത്തി. ജയയ്ക്കുള്ള ഡ്രസ്സും ആഭരണങ്ങളും ഒക്കെ എടുക്കണം. ജ്യോതിയും കൂടി വരാൻ കാത്തിരിക്കുക. വല്യച്ഛന്റെ മൂത്ത മകളായിരുന്നു ജ്യോതി ചേച്ചി. കുറച്ചകലെയുള്ള ഒരിടത്തേക്കാണ് വിവാഹം ചെയ്ത് അയച്ചിരിക്കുന്നത്. രവിയും വേണം, ഞാൻ പറഞ്ഞേക്കാം. ചേച്ചിയമ്മ വീണ്ടും പറഞ്ഞു. ചേച്ചിയമ്മേ, അപ്പൊ ഞാനോ? താൻ ചോദിച്ചു. ആഹാ, മോളില്ലാതെ പോവുമോ? ആ മുഖത്ത് പുഞ്ചിരി വിടർന്നു. മുത്തശ്ശിയോട് യാത്ര ചോദിക്കാനായി ചെന്നു. 2 ദിവസം ഇവിടെ നിൽക്കും മോളെ, അവർ പറഞ്ഞു. എന്തു വേണമെന്നറിയാതെ പരുങ്ങുമ്പോൾ സതിയേട്ടത്തി രക്ഷയ്ക്കെത്തി. രേണു ഇന്നലെ വന്നതല്ലേ ഉള്ളു മുത്തശ്ശി, അച്ഛനോട് ചോദിച്ചിട്ട് വരും. തടസ്സം പറയുമോന്ന് ഭയന്നു. വീട്ടിൽ വന്നിട്ട് അച്ഛനോടോ ഏട്ടനോടോ
മനസ്സ് നിറയൊന്നും സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനു മുൻപാണ് മുത്തശ്ശിയെ കാണാൻ ഇറങ്ങിയത്. തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സതിയേട്ടത്തിയുടെ സഹോദരൻ കാത്തിരിക്കുകയായിരുന്നു. ഏട്ടൻ വന്നിട്ട് അധിക നേരമായോ? ഏട്ടത്തിയുടെ സ്വരത്തിൽ കുറ്റബോധം നെല്ലിട്ടിരിക്കുന്നെന്ന് തോന്നി. 2 മണിക്കൂറായിട്ടുണ്ടാവും. ഞങ്ങൾ മുത്തശ്ശിയെ കാണാൻ പോയിരുന്നതാണ്. സതിയേട്ടത്തിയുടെ പിന്നിൽ പതുങ്ങി നിൽക്കുമ്പോൾ ഓർക്കുകയായിരുന്നു. വിഷ്ണുവേട്ടനെ കണ്ടിട്ട് ഒരുപാട് നാളായിരിക്കുന്നു. അമ്മാവൻ എങ്ങനെയുണ്ട്? പൂർണ്ണമായി മാറിയിട്ടില്ല. എങ്ങനെയാണ് മുന്നിലൂടെ കടന്നു പോകുന്നതെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ സതിയേട്ടത്തി പറഞ്ഞു, രേണുവിനെയും കൂട്ടി നാളെയോ മറ്റന്നാളോ ഞാൻ വരാം. അപ്പോഴാണ് തന്നെ ശ്രദ്ധിച്ചതെന്ന് തോന്നി. തന്റെ മുഖത്തേക്ക് പാറി വീണ നോട്ടം കണ്ടപ്പോൾ ചിരിച്ചു. ആ ചുണ്ടുകളിലും നനുത്ത പുഞ്ചിരി വിടർന്നു കൊഴിഞ്ഞു. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ചോദ്യം തന്നോടായി. ഒരുവിധം എഴുതിയിട്ടുണ്ട്. വീണ്ടും ഒന്നും ചോദിക്കാനുള്ള ഭാവമില്ലെന്ന് കണ്ടപ്പോൾ പതുക്കെ അകത്തേക്ക് നടന്നു. അമ്മ കാപ്പി ഒരുക്കുന്ന തിരക്കിലായിരുന്നു. നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയപ്പോ വന്നതാ. ഞാൻ ആകെ വിഷമിച്ചു. എന്തെങ്കിലും ചെന്ന് ചോദിക്കും പറയാമെന്ന് വിചാരിച്ചതാ. വല്ലതും വായി തുറന്ന് സംസാരിക്കുന്ന കൂട്ടത്തിലാണോ? ഇവിടെ എവിടെയോ ഏതോ കല്യാണത്തിന് പോയിട്ട് വരുന്ന വഴിയാ. എന്നിട്ട് അമ്മ ഇതുവരെയും കുടിക്കാനൊന്നും കൊടുത്തില്ലേ? കൊടുത്ത്. സ്ക്വാഷ് കുടിക്കില്ലല്ലോ. ഞാൻ പിന്നെ നാരങ്ങ പിഴിഞ്ഞ് ഐസിട്ട് കൊടുത്ത് ഒറ്റ വലിക്ക് കുടിച്ച് ഗ്ലാസ് ഒഴിഞ്ഞു തന്നു. തീ പോലത്തെ വെയിലത്തോടല്ലേ കാർ ഓടിച്ചു വരുന്നത്. അമ്മ എടുത്തു വെച്ച പലഹാരങ്ങൾ തീൻമേശയിൽ കൊണ്ട് സതിയേട്ടത്തി അകത്തേക്ക് വരുന്നത് നോക്കിയിരുന്നു. ഉച്ചയുറക്കത്തിന്റെ ആലസ്യം വിട്ടുമാറാത്ത കണ്ണുകളോടെ സതിയേട്ടത്തി കയ്യിലേൽപ്പിച്ച കത്ത് പൊട്ടിച്ചു. സൗമ്യയുടേതാണ്. അവൾ വാക്കു പാലിച്ചു. വീട്ടിലെത്തിയതിന്റെ അന്ന് തന്നെ കത്തെഴുതി പോസ്റ്റ് ചെയ്തിരിക്കുകയാണെന്ന് തോന്നുന്നു. നിവർത്തി പിടിച്ച ഇല്ലഞ്ചിലെ തീയതിയിലാണ് ആദ്യം കണ്ണുകൾ കുരുങ്ങിയത്. തന്റെ ഊഹം അല്പം തെറ്റിയിരിക്കുന്നു. പിറ്റേന്നാണ് എഴുതിയിരിക്കുന്നത്. വരികളിലൂടെ കണ്ണു ഓടിക്കുമ്പോൾ ഉള്ളിൽ മറ്റൊന്നായിരുന്നു. ഹോസ്റ്റലിൽ നിന്നും എത്തിയിട്ട് ഒരാഴ്ചയാകാൻ തുടങ്ങുന്നതേയുള്ളൂ. പക്ഷേ അവിടെ കഴിച്ചുകൂട്ടിയ ദിനങ്ങൾ ഓർമ്മയുടെ തിരശ്ശീലയിൽ അവ്യക്തമായി തുടങ്ങിയിരുന്നു. ഒരിക്കൽ കൂടി ഈ അന്തരീക്ഷം ഉപേക്ഷിച്ചു പോകാൻ തനിക്കാവില്ല. തൊട്ടടുത്ത് നല്ല കോളേജ് ഇല്ലാഞ്ഞിട്ടല്ല. ദിവസവും പോയി വരാനുള്ള ദൂരത്തിൽ ആർട്സ് കോളേജ് ഉണ്ടായിട്ടും അകലെയുള്ള വിമൻസ് കോളേജിൽ അഡ്മിഷൻ വാങ്ങാനാണ് ഏട്ടൻ ശ്രമിക്കുന്നത് അറിഞ്ഞപ്പോൾ മനസ്സാകെ വിവശമായി. അച്ഛനും സതിയേട്ടത്തെയും ആദ്യം എതിർത്തു. ഏട്ടൻ സ്വയം എടുത്ത തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു. എന്തായാലും ഇവിടുത്തെ കോളേജിൽ വേണ്ട. എന്നും സമരവും ബഹളവും. മാനം മര്യാദയ്ക്ക് പോകുന്ന പെൺകുട്ടികൾക്ക് പഠിക്കാൻ പറ്റില്ല. ഏട്ടൻ പറഞ്ഞത് 100% ശരിയായിരുന്നതുകൊണ്ട് അച്ഛൻ പിന്നീട് എതിർത്തില്ല. തന്നോട് അഭിപ്രായം ചോദിക്കുമ്പോൾ മറുത്തൊന്നും പറയാതെ നിന്നു. ഇടയ്ക്ക് ഏട്ടനും അച്ഛനും കാണാനെത്തുന്നത് കൊണ്ട് വീട്ടിൽ നിന്ന് അകന്നു നിൽക്കുന്നതിന്റെ വൈഷമ്യമൊന്നും അനുഭവപ്പെട്ടതുമില്ല. കത്ത് വായിച്ചു കഴിഞ്ഞ് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. സൗമ്യയ്ക്ക് ഇന്ന് രാത്രി തന്നെ മറുപടി എഴുതണം. നീട്ടിവെച്ചാൽ താൻ ആ കാര്യം മറന്നെന്ന് തന്നെ വരാം. മുറിക്ക് പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ ഒരു നിമിഷം നീലക്കണ്ണാടിയുടെ മുൻപിൽ തറഞ്ഞു നിന്നു. പാറിക്കിടന്നിരുന്ന മുടി കൈവിരലുകൾ കൊണ്ട് മാടി ഒതുക്കി മാക്സി പിടിച്ച് നേരെയിട്ടു. അകത്തളം ശൂന്യമാണ്. അടുക്കളയിൽ നിന്ന് ഒഴുകിയെത്തുന്ന സംസാരത്തിന്റെ നേർത്ത അലകൾ സതിയേട്ടത്തെയും അമ്മയാണെന്ന് തോന്നുന്നു. വാതിലിനരികിൽ തന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ സതിയേട്ടത്തി ചോദിച്ചു, ആരുടേതായിരുന്നു കത്ത്? സൗമ്യയുടെ. സൗമ്യയെക്കുറിച്ചുള്ള എല്ലാ വിവരവും സതിയേട്ടത്തിക്കറിയാം. സൗമ്യയെക്കുറിച്ച് മാത്രമല്ല, തന്നെ സ്പർശിക്കുന്ന എല്ലാ കാര്യങ്ങളും. ഒരാത്മമിത്രത്തിന്റെ സൗഹൃദവും ഒരു കൂടപ്പിറപ്പിന്റെ വാത്സല്യവും തനിക്ക് പകർന്നു നൽകുന്ന സതിയേട്ടത്തി. അടുക്കളയുടെ ഒരരികിൽ കിടന്ന ബെഞ്ച് ഇരിപ്പ് പിടിക്കുമ്പോൾ അമ്മയുടെ കണ്ണുകൾ തന്നെ അടിമുടി ഒഴിയുന്നു നിറഞ്ഞു. എന്താ അമ്മേ? അല്ല, ഞാൻ ഓർക്കുകയായിരുന്നു. എവിടുന്ന് പഠിച്ചു ഈ ഉച്ചയുറക്കം? ഉറങ്ങാൻ എവിടെ നിന്നെങ്കിലും പഠിക്കേണ്ട കാര്യമുണ്ടോ? നാവിൽ കുസൃതിയാണ് മുട്ടിട്ടത്. സതിയേട്ടത്തി ചിരി അമർത്തുന്നത് കണ്ടു. മുമ്പീ ശീലമില്ലായിരുന്നു. വെറുതെ പകലുറങ്ങി തടി കൂട്ടണ്ട, അതാ പറഞ്ഞത്. ഉറക്കം വന്നാ പിന്നെ എന്തു ചെയ്യും? അതോ, പെൺകുട്ടികൾക്ക് എന്തൊക്കെയാ പണിയുള്ളത്? വെറുതെ ഉറങ്ങി ശീലിക്കണ്ട. അന്യ വീട്ടിൽ പോയി പാർക്കാനുള്ളതാ. അതിന് ഞാനെങ്ങും പാർക്കാൻ പോണില്ലെങ്കിലോ? എല്ലാരും പറയുന്നത് തന്നെയായത്. ഈ അമ്മ കുറെ കേട്ടതല്ലേ, ഇല്ലേ സതികുഞ്ഞെ? സതിയേട്ടത്തി മറുപടിയൊന്നും പറയാതെ ഫ്ലാസ്കിൽ നിന്ന് ചായ പകർന്ന് തന്റെ നേരെ നീട്ടി. രേണു, ദേ ആ ടിന്നുകളിൽ കായ വറുത്തതും മുറുക്കും ഒക്കെ ഇരിപ്പുണ്ട്. എടുത്തു കഴിക്ക്. എനിക്കിപ്പോ ഒന്നും വേണ്ട, ചായ മാത്രം മതി. എന്നാൽ പിന്നെ ആവട്ടെ, അച്ഛൻ ഉണരുമ്പോഴേക്കും എന്തേലും ഉണ്ടാക്കണം, അപ്പൊ കഴിക്കാം. ചായ ചൂടോടെ മുത്തി കുടിക്കുന്നതിനിടയിൽ അമ്മ പറഞ്ഞു, പലഹാരം ഉണ്ടാക്കുന്നത് രേണുമോളെ കൊണ്ടുമതി. എന്തെങ്കിലുമൊക്കെ ചെയ്തു പഠിക്കട്ടെ. ഞാൻ ഉണ്ടാക്കാലോ. എന്താ വേണ്ടതെന്ന് പറഞ്ഞാ മതി. എന്തൊക്കെ അറിയാം?
അത് കേൾക്കട്ടെ. ഹോസ്റ്റലിൽ വൈകുന്നേരം ചായക്ക് കിട്ടുന്ന പലഹാരങ്ങളുടെ പേര് വെറുതെ തട്ടിമൂളി. നേര് തന്നെ. സതിയേട്ടത്തി അമ്മുമ്മയും ചിരിക്കാൻ തുടങ്ങിയിരുന്നു. കുറെ നേരം അടുക്കളയിൽ ചുറ്റിപ്പറ്റി നിന്നതിന് ശേഷം അച്ഛന്റെ മുറിയിലേക്ക് നടന്നു. വാതിലടഞ്ഞു കിടക്കുന്നു. ഉറക്കം ഉണർന്നിട്ടുണ്ടാവില്ല. പതുക്കെ തന്റെ മുറിയിലേക്ക് തന്നെ ചെന്നു. വായിച്ച് പകുതിയാക്കി വെച്ച നോവൽ കിടക്കയിൽ തന്നെ ഉണ്ടായിരുന്നു. ഉച്ചയൂണ് കഴിഞ്ഞ് കയ്യിലെടുത്തതാണ്. ഇംഗ്ലീഷ് നോവലിന്റെ വിവർത്തനമായിരുന്നതുകൊണ്ട് വായിക്കുമ്പോൾ വലിയ രസം തോന്നിയില്ല. 2-3 പേജ് മറിച്ചതേ ഉള്ളൂ. ഉറക്കം എവിടെ നിന്നോ ചാടി വീണു. കയ്യിലിരുന്ന പുസ്തകം വെറുതെ തിരിച്ചു മറിച്ചു നോക്കി. എത്ര സൂക്ഷ്മതയോടെയാണ് വിഷ്ണുവേട്ടൻ ഓരോന്നും അടുക്കി വെച്ചിരിക്കുന്നത്. ഒരു പുസ്തകത്തിന്റെയും പുതുമ നശിച്ചിട്ടില്ലെന്ന് തോന്നും. കൂടുതലും മറ്റ് ഭാഷകളിലെ വിവർത്തനങ്ങളായിരുന്നു. വളരെയധികം ശ്രമപ്പെട്ടിട്ടാണ് തനിക്ക് ദഹിക്കുന്ന രീതിയിലുള്ള 7-8 നോവലുകൾ തെരഞ്ഞെടുത്തത്. പുസ്തകങ്ങൾ അടുക്കി പെറുക്കി വിഷ്ണുവേട്ടന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സതിയേട്ടത്തിയുടെ അമ്മാവൻ ഓർമ്മപ്പെടുത്തി. അവനാർക്കും അങ്ങനെ കൊടുക്കുന്ന പതിവില്ല. എല്ലാം പൊന്നുപോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ശമ്പളം കിട്ടിയാൽ പകുതി പുസ്തകത്തിന് കളയും. ഒന്ന് നിർത്തി വീണ്ടും തുടരുന്നത് കേട്ടോളൂ. രേണുമോള് കൊണ്ടുപോയിക്കോളൂ, കേടുവരാതെ സൂക്ഷിച്ചാ മതി. ചോദിക്കാതെ എടുത്തോണ്ട് പോയാൽ വഴക്ക് പറയുവോ? ഉള്ളിലുണർന്ന സംശയമായിരുന്നു. ഏയ് ഇല്ല, ഞാൻ പറഞ്ഞിട്ടല്ലേ. സതിയേട്ടത്തി ധൈര്യം തന്നു. മോള് പേടിക്കണ്ട, മോളാണെന്നറിഞ്ഞാ ഒന്നും പറയില്ല, അമ്മാവനും പറഞ്ഞു. എന്നിട്ടും മനസ്സിന്റെ ഒരു കോണിൽ സംശയം ബാക്കി കിടന്നു. രവിയേട്ടന്റെ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമാകുന്നെങ്കിലും വിഷ്ണുവേട്ടനോട് തീരെ കുറച്ചേ താൻ സംസാരിച്ചിട്ടുള്ളൂ. തന്നെ കാണുമ്പോൾ നിഷ്കളങ്കത സൗഹൃദത്തിന്റെ ഓളം വെട്ടുന്ന ഒരു പുഞ്ചിരി ആ മുഖത്ത് വിരിയും. അന്വേഷണങ്ങൾ 1-2 വാക്കിൽ ഒതുങ്ങി നിൽക്കുകയും ചെയ്യും. സ്വതവേ പ്രകൃതം അങ്ങനെ തന്നെയായിരുന്നു. ആരോടും അധികം സംസാരിക്കാറില്ല. രവിയേട്ടനോട് പോലും. ആരെങ്കിലും എന്തെങ്കിലും അങ്ങോട്ട് ചോദിച്ചാൽ തന്നെ കാര്യമാത്ര പ്രസക്തമായ മറുപടിയാകും ഉണ്ടാവുക. ഇടയ്ക്കിടെ രവിയേട്ടൻ സതിയേട്ടത്തെ കളിയാക്കാറുണ്ട്. നിന്റെ ഏട്ടൻ എന്താ ഇങ്ങനെ? ഓഫീസിൽ ചെന്ന് ഇങ്ങനെങ്ങനാ മറ്റുള്ളവരെ ഭരിക്കുന്നത്? സതിയേട്ടത്തെ മറുപടി ഒരു പുഞ്ചിരിയിൽ ഒതുക്കുമ്പോൾ ഏട്ടൻ പറയുന്നത് കേൾക്കാം. എന്തായാലും നീയും ഒരു മിണ്ടാപ്രാണിയാകാതിരുന്നത് എന്റെ ഭാഗ്യം. കളിയാക്കണ്ടാട്ടോ. എല്ലാരും ഇപ്പൊ ഒരുപോലിരിക്കുവോ? ഏട്ടൻ ചെറുപ്പത്തിലേ ഇങ്ങനെ തന്നെ ആയിരുന്നു. വീട്ടിൽ തന്നെ ആരോടാ കൂട്ടുകൂടുക? എന്നോടോ? അമ്മാവനാണെങ്കിൽ പുറത്തൊന്നും അധികം പോകാനും സമ്മതിക്കില്ല. ആ വലിയ വീട്ടിൽ സതിയേട്ടത്തിയുടെ ഏട്ടനും അമ്മാവനും പണിക്കാരും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ചെറുപ്പത്തിൽ തന്നെ ഏട്ടത്തിയുടെ അച്ഛൻ മരിച്ചു. പിന്നീടെല്ലാം അമ്മാവിന്റെ ചുമലിലായി. മരുമക്കളുടെ കാര്യം നോക്കുന്നതിനിടയിൽ സ്വന്തം കാര്യം മറന്നു. പെങ്ങൾ പലതവണ ഓർമ്മപ്പെടുത്തിയിട്ടും വിവാഹം കഴിച്ചില്ല. വിഷ്ണുവേട്ടൻ എഞ്ചിനീയറിംഗിന് അവസാനമായിരിക്കുമ്പോഴാണ് അമ്മ മരിക്കുന്നത്. അതോടെ അമ്മാവനും തകർന്നു. ആ തകർച്ച പുറത്ത് കാണിക്കാതെ ഒന്നിനും വീഴ്ച വരാതിരിക്കാൻ ശ്രദ്ധിച്ചു. ഇന്ന് വിഷ്ണുവേട്ടന് ജോലിയായി. സതിയേട്ടത്തിന്റെ വിവാഹം കഴിഞ്ഞു. എന്നിട്ടും അമ്മാവന് സ്വസ്ഥത ലഭിച്ചില്ല. വസ്തുവകകൾ കുറേയേറെ ഉണ്ടായിരുന്നു. അതൊക്കെ നോക്കിയും കണ്ടും നടത്തുക ശ്രമകരമായൊരു ജോലിയുമായിരുന്നു. സതിയേട്ടത്തിയുമായി സംസാരിക്കുന്നതിനിടയിൽ എപ്പോഴോ വിഷ്ണുവേട്ടന്റെ വിവാഹക്കാരി എടുത്തിടുന്നത് കേട്ടു. ഞാൻ പറഞ്ഞു മടുത്തു മോളെ, ഇനി നീ ഒന്ന് സംസാരിച്ചു നോക്ക്, അല്ലെങ്കിൽ രവിയെ കൊണ്ട് പറയിപ്പിക്കേ. ആ സ്വരത്തിൽ നിരാശ നിഴലിട്ടിരുന്നു. ഞാൻ എത്ര തവണ പറഞ്ഞതാ, ഏട്ടൻ കേൾക്കണ്ടേ? സതിയേട്ടത്തിയുടെ മറുപടി. ഇനി എന്തിനാ കാത്തിരിക്കുന്നത്? പഠിപ്പ് കഴിഞ്ഞ് ജോലിയായി. ആലോചനകളാണെങ്കിൽ ധാരാളം. എനിക്കാണെങ്കിൽ ഇവിടെ ഇരിക്കപ്പുറതി തരാത്തത്. വരുന്നതൊക്കെ നല്ല ബന്ധങ്ങളാണ്. അവനോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? സമയമാകുമ്പോൾ ഇങ്ങോട്ട് പറയാമെന്ന്. ഇടയ്ക്കൊന്ന് നിർത്തി അമ്മാവും വീണ്ടും തുടർന്നു. എന്നാ മനസ്സിൽ മറ്റെന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അത് പറയാൻ പറഞ്ഞാൽ വെറുതെ നിന്ന് ചിരിക്കും. ഒന്നുമില്ലെങ്കിലും കല്യാണം കഴിഞ്ഞാൽ വീട്ടിലൊരാളായല്ലോ. ഇനി ഏട്ടനെ കാണട്ടെ, ഞാൻ പറയാം. ഞായറാഴ്ച നീ രവിയേം കൂട്ടി വാ. അവനും ഇവിടെ തന്നെ കാണും. അപ്പോൾ കാര്യമായി പറഞ്ഞു നോക്ക്. പ്രായം 10-30 ആയില്ലേ? മനസ്സ് കണക്ക് കൂട്ടുകയായിരുന്നു. രവിയേട്ടന് 31. അപ്പോൾ ഒരു വയസ്സിന് എളുപ്പമാണ്. ഏട്ടന്റെ കല്യാണം 2 വർഷത്തിന് മുൻപായിരുന്നല്ലോ. പിന്നെന്താ വിഷ്ണുവേട്ടന് കല്യാണം കഴിച്ചാൽ? വിഷ്ണു ഓഫീസിൽ നിന്ന് ഇപ്പൊ വരും. അപ്പോൾ പോയാ പോരെ? പറ്റില്ല, ഞങ്ങൾ ചെന്നിട്ട് വേണം അച്ഛന് പ്രസിൽ പോകാൻ. പിന്നീട് അമ്മാവനൊന്നും മറത്തു പറഞ്ഞില്ല. സൽക്കാരത്തിന്റെ ബഹളങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മാവന്റെ നിർദ്ദേശപ്രകാരം കലവറയിൽ പഴുക്കാൻ വെച്ചിരുന്ന 2-3 കുലകൾ ഡ്രൈവർ കാറിന്റെ ഡിക്കിയിൽ എടുത്തു വെച്ചതു. ഞാനിത് കൊടുത്തയക്കാനിരുന്നതാണ്. എന്തായാലും നിങ്ങൾ വന്നത് നന്നായി. ആ മുഖത്ത് തൃപ്തി ഉണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ
അച്ഛൻ പൂമുഖത്ത് തന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. തന്റെ കയ്യിലിരുന്ന പുസ്തകക്കെട്ട് കണ്ടപ്പോൾ ചോദ്യമുണ്ടായി. എവിടുന്ന് ഒപ്പിച്ചു ഇതൊക്കെ? ഏട്ടന്റേതാണ്, മറുപടി പറഞ്ഞ സതിയേട്ടത്തി. കൊണ്ടുവന്നതൊക്കെ കൊള്ളാം, ഇതുപോലെ തന്നെ തിരിച്ചു കൊടുത്തയക്കണം. തലയാട്ടിക്കൊണ്ട് വേഗം മുറിക്കുള്ളിലേക്ക് നടന്നു. എല്ലാം വായിച്ചു തീർക്കാനുള്ള ധൃതിയായിരുന്നു ഉള്ളിൽ. പക്ഷേ വായിക്കാനെടുത്ത രണ്ടാമത്തെ നോവൽ അതേപടി കയ്യിലിരിക്കുന്നു. ഒരു രസവും തോന്നുന്നില്ല. രാത്രി എല്ലാവരും ഊണ് കഴിക്കാനിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ ഇന്ന് അമ്മയെ കാണാൻ പോയിരുന്നു. രേണു 2 ദിവസം ചെന്ന് നിൽക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ച് വിട്ടിരിക്കുകയാണ്. എന്നോടും അന്ന് പറഞ്ഞു. തനിക്ക് ഉത്സാഹമായി. എന്തായാലും മുത്തശ്ശിയുടെ അടുക്കൽ 1-2 ദിവസം പോയി നിൽക്കുക പതിവുണ്ട്. അത് ചേച്ചി വീട്ടിലുണ്ടാകുമ്പോഴാണ് നല്ലത്. ഇല്ലെങ്കിൽ തനിച്ചിരുന്ന് ബോറടിക്കത്തേ ഉള്ളൂ. എന്നാൽ നാളെ ഒരുങ്ങിക്കോളൂ. അച്ഛൻ സമ്മതം തന്നു. അതുവരെ നിശബ്ദനായി ഊണ് കഴിച്ചുകൊണ്ടിരുന്ന രവിയേട്ടൻ തലയുയർത്തി. ഈ ബഹളത്തിനിടയിൽ അവളെ അങ്ങോട്ട് അയക്കണോ അച്ഛാ? കല്യാണത്തിനൊക്കെ കഴിയട്ടെ. വേണ്ട വേണ്ട, എന്തായാലും പോയി നിൽക്കണം. അത് ചേച്ചി ഉള്ളപ്പോ മതി, അല്ലെങ്കിൽ ആകെ ബോറടിയാവും. താനാണ് മറുപടി പറഞ്ഞത്. രവിയേട്ടൻ പിന്നീട് മറുത്തൊന്നും പറഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ ഏട്ടൻ തന്നെയാണ് കൊണ്ടുവിട്ടത്. കാറിലിരിക്കുമ്പോൾ നിർദ്ദേശം തന്നു. കല്യാണ വീടാണ്, പലതരക്കാരും വന്നും പോയെന്നും ഒക്കെ ഇരിക്കും. അധികം ആരോട് സംസാരിക്കാൻ നിൽക്കണ്ട. എല്ലാം തലയാട്ടി സമ്മതിച്ചു. 2 ദിവസം എങ്ങനെയാണ് കടന്നുപോയതെന്ന് അറിഞ്ഞില്ല. പകലുകളുടെ ദൈർഘ്യം കുറഞ്ഞതുപോലെ. കല്യാണത്തിന്റെ തലേന്നായപ്പോൾ സതിയേട്ടത്തെയും അമ്മയും വീട് കൂട്ടി വന്നു. വീട് മുഴുവൻ അടുത്ത ബന്ധുക്കളെ കൊണ്ട് നിറഞ്ഞു. ഉച്ച കഴിഞ്ഞ് ക്ഷണിക്കപ്പെട്ടവരുടെ വരവായി. ആകെ ബഹളമായ അന്തരീക്ഷം. താഴേക്കിറങ്ങാതെ ചേച്ചിയുടെ മുറിയിൽ തന്നെ ഇരുന്നു. സംസാരിക്കാൻ കൂട്ടുകാർ ധാരാളവും. ഏതോ ഒരു നിമിഷത്തിൽ വിജയേട്ടൻ മുകളിലേക്ക് വന്നു. ഒപ്പം മറ്റൊരു പയ്യനും. വിജയേട്ടന്റെ കൂട്ടുകാരനാവുമെന്നാണ് ആദ്യം ധരിച്ചത്. ഇതാരാണെന്ന് മനസ്സിലായോ? വിജയേട്ടൻ ചോദിച്ചു. അപരിചിതൻ മുറിയിലേക്ക് കടന്നു വന്ന പരുങ്ങലിലായിരുന്നു ചേച്ചി. ഇതിനിടയിൽ അയാൾ കയ്യിലിരുന്ന ചെറിയ ആഭരണ പെട്ടി ചേച്ചിയുടെ നേരെ നീട്ടി. ചേച്ചി അത് ഏറ്റുവാങ്ങിയിട്ട് ചോദ്യഭാവത്തിൽ വിജയേട്ടന്റെ മുഖത്തേക്ക് നോക്കി. വിലാസിനി അപ്പച്ചിയുടെ മകനാണ്, അജിത്ത്. ഏട്ടൻ പരിചയപ്പെടുത്തി. ഉവ്വോ, എനിക്കും മനസ്സിലായില്ല. ചെറുപ്പത്തിൽ കണ്ടതാണ്, ചേച്ചി പറഞ്ഞു. ആൾ ഊട്ടിയിലെയും ബാംഗ്ലൂരിലും ഒക്കെ പഠിപ്പ് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ചേച്ചി അയാളോട് സംസാരിക്കുമ്പോൾ താൻ ഓർമ്മയിൽ ചെയ്യുകയായിരുന്നു. ആരാണ് ഈ വിലാസിനി അപ്പച്ചി? ആ ചോദ്യം ഉള്ളിൽ കിടന്ന് വഴിമുട്ടി തിരിയുന്നതിനിടയിൽ വിജയേട്ടൻ തന്നെ പരിചയപ്പെടുത്തുന്നത് കേട്ടു. തന്റെ മുഖത്തേക്ക് വീണ ആ കണ്ണുകൾ പിൻവലിയാൻ നിമിഷങ്ങളെടുത്തു. അതോ തന്റെ തോന്നൽ മാത്രമായിരുന്നോ? ജനലഴികളിലേക്ക് മുഖമടുപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി എത്ര നേരം നിന്നു എന്നറിയില്ല. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് സമയം ഒച്ചിനെ പോലെയാണ് എഴഞ്ഞു നീങ്ങുന്നത്. രവിയേട്ടനും അച്ഛനും വീട്ടിലില്ലാത്തപ്പോൾ അന്തരീക്ഷം മൂകത ഏറ്റുവാങ്ങും. പിന്നീട് വീട് ഉടനണമെങ്കിൽ ആരെങ്കിലും ഒരാൾ മടങ്ങി വരണം. വിഷ്ണുവേട്ടന്റെ ലൈബ്രറിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന നോവലുകളെല്ലാം വായിച്ചു തീർന്നിരിക്കുന്നു. ഇനി ഏട്ടത്തി വീട്ടിൽ പോകുന്ന ദിവസവും കാത്തിരിക്കുകയേ നിവർത്തിയുള്ളൂ. നിന്ന് മടുപ്പ് തോന്നിയപ്പോൾ മുറിക്ക് പുറത്തേക്ക് നടന്നു. സതിയേട്ടത്തി എന്ത് ചെയ്യുകയാണെന്ന് നോക്കി. മുറിയുടെ വാതിലടഞ്ഞു കിടക്കുന്നു. പതുക്കെ തള്ളി തുറന്നു. ഏട്ടത്തി നല്ല ഉറക്കം. വിളിക്കാൻ മനസ്സനുവദിച്ചില്ല. സാധാരണ ഈ സമയത്ത് ഉറങ്ങാറുള്ളതല്ല. ഒരുപക്ഷേ ക്ഷീണമുണ്ടാകും. തിരിഞ്ഞ് അടുക്കളയിലേക്ക് ചെന്നു. ഏട്ടത്തി ചായ കുടിച്ചോ? അമ്മയോട് ചോദിച്ചു. ഇല്ല മോളെ, ഒന്നും കഴിച്ചിട്ട് വയറ്റി തങ്ങണില്ല. നല്ല ക്ഷീണമുണ്ട്, അതാ കിടക്കുന്നത്. എന്താ, വല്ല അസുഖമാണോ? ഏട്ടത്തി ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ തന്നോടൊപ്പം ഇരുന്നില്ലെന്നുള്ള കാര്യം ഓർത്തു. മോൾ അറിഞ്ഞില്ലേ? അമ്മ മുഖത്തേക്ക് നോക്കി ചിരിക്കുകയാണ്. ഉള്ളിൽ ആകാംക്ഷ മുട്ടിട്ടു. എന്താണെന്ന് പറയേ. സതിക്കുഞ്ഞ് ഗർഭിണിയാ. എന്നാ ഞാൻ അറിഞ്ഞത്. അമ്മയെ ഉത്സാഹം തിരയടിക്കുന്നു. നേരോ? സ്വയം അറിയാതെ നിന്ന നിൽപ്പിൽ നിന്ന് ഉയർന്നുപോയി. തിരിഞ്ഞ് ഏട്ടത്തിയുടെ അരികിലേക്ക് ഓടാൻ തുടങ്ങിയതാണ്. മോളിപ്പോ ചെന്ന് ഉണർത്തണ്ട. ഇന്നൊന്നും കാര്യമായി കഴിച്ചിട്ടില്ല. അതിന്റെ ക്ഷീണം കൊണ്ട് ഉറങ്ങുകയാണ്. എന്നിട്ട് ഏട്ടത്തി എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഉള്ളിൽ പരിഭവം മുട്ടിട്ടു. കൊള്ളാം, ഇന്നാണ് തീർത്തറിഞ്ഞത്. എന്നോട് പറഞ്ഞതല്ല, ഛർദിക്കുന്നത് കണ്ട് ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയതല്ലേ. രവിയേട്ടൻ അറിഞ്ഞോ? അമ്മ മറുപടി പറയാതെ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. പിന്നെ അറിയാതെ? ആദ്യം അറിയേണ്ടത് ഏട്ടനല്ലേ. അച്ഛനോ? ഇല്ല, മോള് തന്നെ പറയും. തിരിഞ്ഞു വേഗം ഫോണിനടുത്തേക്ക് നടന്നു. മറ്റാരെങ്കിലും പറഞ്ഞറിയുന്നതിന് മുൻപ് തനിക്ക് തന്നെ അച്ഛനോട് പറയണം. ധൃതി പിടിച്ച് പ്രസ്സിലേക്കുള്ള നമ്പർ ഡയൽ ചെയ്തു. ഫോൺ എടുത്തത് അച്ഛൻ തന്നെയായിരുന്നു.
താനാണ് വിളിക്കുന്നതെന്ന് കണ്ടപ്പോൾ അച്ഛൻ ഉത്കണ്ഠയോടെ ചോദിച്ചു, എന്താ മോളെ? പൊടുന്നനെ നേരി ഒരു കുസൃതി തോന്നി. അച്ഛനോട് ഫോണിലൂടെ എന്തായാലും പറയണ്ട, നേരിട്ടാവട്ടെ. ഒന്നുമില്ല അച്ഛാ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, അതാ ഇപ്പൊ വിളിച്ചത്. എന്താ കാര്യം? പറയൂ. നേരിട്ട് പറയുകയുള്ളൂ. അച്ഛനുടൻ വരുവോ? ഇപ്പോഴോ? ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് അധികം നേരം ആയില്ലല്ലോ. ഒരു വിശേഷമുണ്ട്, അത് പറയാനാണ്. ഇതിനിടയിൽ എന്തു വിശേഷം ഉണ്ടായി? അച്ഛൻ ആകാംക്ഷയോട് ചോദിച്ചു. നല്ല വർത്തമാനമാണ്, ഇപ്പൊ പറയില്ല. അച്ഛൻ നേരത്തെ വരണം. എന്താ, റിസൾട്ട് വല്ലതും അറിഞ്ഞോ? ഹേയ്, അതൊന്നുമല്ല. നീ പറയില്ലെങ്കിൽ എന്താ ചെയ്യുക? ഞാൻ നേരത്തെ വരാൻ നോക്കാം. നോക്കിയാ പോരാ, വരണം. ശരി. അച്ഛൻ റിസീവർ താഴെ വെച്ചു. മനസ്സ് പുളകം കൊള്ളുകയായിരുന്നു. എത്ര നാൾ കൂടിയാണ് വീട്ടിലൊരു കുഞ്ഞിക്കാല് കാണാൻ പോകുന്നത്? ഇതേവരെ താനായിരുന്നു ഇവിടുത്തെ കൊച്ചുകുട്ടി. സതിയേട്ടത്തി ഉണർന്നിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടി അകത്തേക്ക് നടക്കാൻ തുടങ്ങിയതാണ്. പെട്ടെന്ന് മുൻവശത്ത് കാറിന്റെ ഇരമ്പൽ കേട്ടു. ഓടി ഉമ്മറത്ത് ചെന്നു. പിള്ളച്ചേട്ടൻ തുറന്നിട്ട ഗേറ്റ് കടന്ന് രവിയേട്ടന്റെ കാർ സാവധാനം പോർച്ചിലേക്ക് വരുന്നു. ഏട്ടൻ എന്താവും പതിവില് നേരത്തെ എത്തിയത്? ഡോർ തുറന്ന് പുറത്തിറങ്ങിയ ഏട്ടന്റെ തോളിൽ ഓടിച്ചെന്ന് തൂങ്ങി. എന്താ ഇന്ന് പതിവില്ലാത്തൊരു സന്തോഷം? തന്നെ ചേർത്ത് പിടിച്ച് പടി കയറുന്നതിനിടയിൽ ഏട്ടൻ ചോദിച്ചു. ഞാൻ അറിഞ്ഞു. കള്ളച്ചിരിയോടെയാണ് ഏട്ടന്റെ മുഖത്തേക്ക് നോക്കിയത്. എന്തറിഞ്ഞു? ഏട്ടൻ പെട്ടെന്ന് പിടിതരാനുള്ള ഭാവമില്ലായിരുന്നു. ഇനി ഇപ്പൊ ഒളിച്ചു വെക്കണ്ട, ഞാൻ അച്ഛന് ഫോൺ ചെയ്തിട്ടിരിക്കുവായിരുന്നു. അച്ഛനോട് പറഞ്ഞോ? ഇല്ല, ഒരു സസ്പെൻസിൽ വെച്ചിരിക്കുക. നേരത്തെ വരും, അപ്പൊ ഞാനാ പറയുക. സമ്മതിച്ചു. ആട്ടെ, സതി എവിടെ? ഒരുങ്ങി നിൽക്കുവാണോ? ഒരുങ്ങിയോ? എവിടെ പോകാൻ? ഡോക്ടറെ കാണാൻ. കൊള്ളാം, ഏട്ടത്തി നല്ല ഉറക്കം, എഴുന്നേറ്റിട്ടില്ല. ഇതിനകം ഏട്ടൻ മുറിയിലെത്തിയിരുന്നു. സംസാരം കേട്ടിട്ടാവാം സതിയേട്ടത്തി എഴുന്നേറ്റിരിക്കുന്നത് കണ്ടു. ആഹാ, നീ ഇതുവരെ ഒരുങ്ങിയില്ലേ? എഴുന്നേക്ക്, വേഗം റെഡി ആവണം. ഞാൻ ഡോക്ടർക്ക് ഫോൺ ചെയ്തിട്ടാണ് വന്നത്. തിരിഞ്ഞ് തന്നോട് ഏട്ടൻ ചോദിച്ചു, മോള് വരുന്നോ? ഞാനോ? ഇല്ല, അച്ഛൻ ഇപ്പോ ചിലപ്പോ വരും. ഏട്ടൻ പിന്നെ നിർബന്ധിച്ചില്ല. ഏട്ടന്റെ കാറ് കണ്ണിൽ നിന്നും മറയുന്നത് വരെ പോർട്ടിക്കോയിൽ നോക്കി നിന്നു. ഗേറ്റ് അടച്ച് തിരിച്ചു വന്ന പിള്ളച്ചേട്ടൻ പറഞ്ഞു, ഞാൻ വീട്ടിലേക്ക് പോകുന്നു കുഞ്ഞെ, രാവിലെ ഇങ്ങെത്തും. പിള്ളച്ചേട്ടന് നടന്നു മറിഞ്ഞപ്പോൾ ഉമ്മറത്ത് തനിച്ചായി. അമ്മ അടുക്കളയിലായിരുന്നു. അച്ഛൻ വരുന്നത് വരെ മറ്റൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് പതുക്കെ മുറ്റത്തേക്കിറങ്ങി. ചെടിച്ചട്ടിയിൽ നിരത്തി വെച്ചിരിക്കുന്ന റോസ് നിറയെ പൂക്കളാണ്. വെറുതെ ഓരോന്നും തൊട്ടും തലോടിയും നിൽക്കുമ്പോൾ ഗേറ്റ് ആരോ വലിച്ചു തുറക്കുന്ന ശബ്ദം കേട്ടു. തലതിരിച്ചു നോക്കി. അജിത്ത്. പൊടുന്നനെ മനസ്സ് അസുഖകരമായ അവസ്ഥയിലേക്ക് ചെന്നു വീണു. അജിത്ത് വീട്ടിലെ നിത്യ സന്ദർശകനായി മാറിയിരിക്കുന്നു. ഹലോ രേണു. മുറ്റത്ത് തന്നെ കണ്ടപ്പോൾ ആ മുഖം പ്രഫുല്ലമായി. ഹലോ. ആ വാക്ക് ചുണ്ടുകൾ ഉരുടുമ്പോൾ ഉള്ളിലെ നിരുന്മേഷം പുറത്ത് പ്രകടമാക്കാതിരിക്കാൻ പാടുപെട്ടു. രേണു എന്തെടുക്കാണിവിടെ? അന്വേഷണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞുവെന്ന് മനസ്സിലോർത്തു. ഒന്നുമില്ല, വെറുതെ നിൽക്കുവാണ്. തനിച്ചിരുന്ന് ബോറടിച്ചു ഇല്ലേ? ഹേയ്, ഇല്ല, ഞാൻ അച്ഛനെ കാത്തു നിന്നതാ. അമ്മാവൻ ഇപ്പൊ വരുമോ? അജിത്തിന്റെ മുഖത്ത് പെട്ടെന്ന് മ്ലാനത പടരുന്നത് കണ്ടു. ഉള്ളിൽ നേരിയ സന്തോഷം തോന്നി. എന്തുകൊണ്ടോ ഈ സാമീപ്യം ഉള്ളിൽ നീരസമാണ് ഉളവാക്കുന്നത്. സംസാരിക്കുമ്പോഴൊക്കെ ആ കണ്ണുകൾ തന്നിലേക്ക് ആഴ്ന്നിറങ്ങുകയാണെന്ന് തോന്നും. ശരീരത്തിലൂടെ ഏതോ പ്രാണി ഓടിക്കളിക്കുന്ന പ്രതീതി. വരൂ, അകത്തിരിക്കാം. വേഗം മുന്നോട്ട് നടക്കുമ്പോൾ ഇത് എത്രാമത്തെ വരവാണെന്ന് മനസ്സ് കണക്ക് കൂട്ടുകയായിരുന്നു. അച്ഛനെ കാണാനെന്ന മട്ടിലായിരുന്നു ആദ്യത്തെ വരവ്. മരിച്ചുപോയ സഹോദരിയുടെ മകനെന്ന പരിഗണന അച്ഛൻ നൽകുന്നതാണ് കുഴപ്പമായെന്ന് തോന്നുന്നു. തന്നോട് കാണിക്കുന്ന ഈ അടുപ്പത്തിന് വഴി വെച്ചു കൊടുത്തതും ആ സ്വാതന്ത്ര്യമാണ്. സ്വീകരണ മുറിയിലെത്തിയപ്പോൾ തിരിഞ്ഞു പറഞ്ഞു, ഇരിക്ക്, അച്ഛൻ ഇപ്പൊ വരും. രേണു എവിടെ പോകുന്നു? കുടിക്കാൻ എന്തെങ്കിലും? എനിക്കൊന്നും വേണ്ട, രേണു വന്നിരിക്കൂ. ഞാൻ തനിച്ചിരുന്ന് ബോറടിച്ചപ്പോഴാണ് ഇങ്ങോട്ടിറങ്ങിയത്. എന്തു പറയണമെന്നറിയാതെ പരിങ്ങി. പറഞ്ഞത് ധിക്കരിച്ചു പോകാനുള്ള മനസാന്നിധ്യം ഉണ്ടായില്ല. അകത്തേക്കുള്ള വാതിലിനടുത്തേക്ക് നിൽക്കുമ്പോൾ ഏതോ വിദേശ നിർമ്മിത സ്പ്രേയുടെ രൂക്ഷഗന്ധം മൂക്കിലേക്ക് തുളച്ചു കയറി. മുന്നിലിരിക്കുന്ന അജിത്തിന്റെ വേഷവും ഭാവവും കണ്ടപ്പോൾ എന്നോ കണ്ടുമറന്ന ഇംഗ്ലീഷ് സിനിമയിലെ വില്ലൻ കഥാപാത്രമാണ് മനസ്സിലേക്ക് ഓടിയെത്തിയത്. ഇറുകിക്കിടക്കുന്ന ജീൻസും അയഞ്ഞു തൂങ്ങുന്ന ഷർട്ടും അലക്ഷ്യമായി ചീകി വെച്ച മുടിയും. ഒന്നും പറയാനില്ലെങ്കിലും ഇരുവർക്കുമിടയിൽ വീണു നിറയുന്ന മൗനം ഉള്ളിൽ അസഹ്യതയുണ്ടാക്കി. രംഗത്ത് നിന്ന് നിഷ്ക്രമിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചു നിൽക്കുന്നതിനിടയിൽ തല ഉയർത്തി നോക്കി. ആ നോട്ടം ദേഹമാസകലം പാറിക്കളിക്കുകയാണ്. പൊടുന്നനെ ഉള്ളിൽ അമർഷം ഉരുണ്ടുകൂടി. അജിത്തിരിക്കൂ, ഞാൻ വരുന്നു.
മറുപടി പറയാൻ ഇട കൊടുക്കും മുമ്പ് വേഗം തിരിഞ്ഞു നടന്നു. അടുക്കളയിൽ ചെല്ലുമ്പോൾ അമ്മ വൈകിട്ടത്തേക്കുള്ള കറികൾക്ക് വേണ്ടി പച്ചക്കറി അരിയുന്ന തിരക്കിലാണ്. ചായ ഇരിപ്പുണ്ടോ? ആർക്കാ മോളെ? അജിത്തിന്. എപ്പോ വന്നു? വന്നതേ ഉള്ളൂ. അമ്മയിൽ നിന്ന് പച്ചക്കറി തട്ടം വാങ്ങി അരിയാൻ തുടങ്ങുന്നതിനിടയിൽ പറഞ്ഞു. ഇല്ലെങ്കിൽ പതുക്കെ ശരിയാക്കിയാൽ മതി, അവിടെ ഇരുന്നോളൂ. അമ്മ ഗ്യാസ് സ്റ്റൗ കത്തിച്ച് ചായക്ക് വെള്ളം വെച്ചു. പച്ചക്കറി അരിയുന്നതിനിടയിൽ അജിത്തിന് ചുറ്റിപ്പറ്റിയായിരുന്നു ചിന്ത മുഴുവൻ. തന്നോട് കാണിക്കുന്ന ഈ അടുപ്പം വെറുമൊരു സൗഹൃദ ബന്ധത്തിന് അപ്പുറമാകുമെന്നത് ഉള്ളിലുറപ്പിച്ചു. അപ്പച്ചിയുടെ മകനായതുകൊണ്ട് മാത്രം കൂടുതൽ സ്വാതന്ത്ര്യം കാണിക്കണമെന്നില്ലല്ലോ. വർഷങ്ങളായി അജിത്തിന്റെ വീടുമായി അടുപ്പമില്ലാതിരുന്നതാണ്. അച്ഛന്റെ ചെറിയമ്മയുടെ മകളായിരുന്നു വിലാസിനി അപ്പച്ചി. തനിക്ക് ഓർമ്മ വെക്കുന്നതിന് മുമ്പ് അവർ മരിച്ചു. ടൗണിൽ തന്നെയുള്ളൊരു വലിയ ബിസിനസ്സുകാരനായിരുന്നു അജിത്തിന്റെ അച്ഛൻ. അയാൾ രണ്ടാമതൊരു വിവാഹം കഴിച്ചതോടെ ആ കുടുംബവുമായുള്ള ബന്ധത്തിന്റെ കണ്ണിയറ്റതാണ്. അജിത്ത് ചെറുപ്പം മുതൽക്ക് തന്നെ ഊട്ടിയിലുള്ള ഏതോ റെസിഡൻഷ്യൽ സ്കൂളിലായിരുന്നതുകൊണ്ട് അമ്മയുടെ ബന്ധുക്കളുമായി വലിയ അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പഠിപ്പൊക്കെ കഴിഞ്ഞ് നാട്ടിലെത്തിയിട്ട് അധികം നാളായിട്ടില്ലെന്ന് ഇങ്ങോട്ട് തന്നെ പറഞ്ഞതാണ്. ഇങ്ങനെ രണ്ട് അമ്മാവന്മാരുണ്ടെന്ന് ഈ അടുത്ത കാലത്താണ് അറിഞ്ഞത്. ജയചേച്ചിയുടെ കല്യാണത്തിന് വിളിക്കാൻ വിജയൻ ചേട്ടൻ ചെന്നപ്പോഴാണ് ബന്ധുക്കളെക്കുറിച്ച് അറിയുന്നത് തന്നെ. കല്യാണ ദിവസം അച്ഛൻ അരികിൽ പിടിച്ചിരുത്തി സംസാരിക്കുന്നത് താൻ കേട്ടിരുന്നു. നോട്ടം പാറി വീഴുന്ന നിമിഷങ്ങളിലൊക്കെ ആ കണ്ണുകൾ തന്നിലായിരുന്നുവെന്ന് മനസ്സിലായി. ചായ ശരിയായി, മോളെ കൊണ്ടുകൊടുക്ക്. ട്രെയിൽ ചായയും കായ വറുത്തതും പഴവും എടുത്തു വെച്ചിട്ട് അമ്മ പറഞ്ഞു. അമ്മ തന്നെ കൊണ്ടുകൊടുക്ക് പ്ലീസ്. ഞാനോ? വേണ്ട, മോൾ അങ്ങോട്ട് കൊണ്ടുകൊടുക്ക്. അന്യരാരുമല്ലല്ലോ. തർക്കിച്ച് നിന്നിട്ട് കാര്യമില്ലെന്ന് കണ്ടപ്പോൾ ട്രെയും എടുത്ത് ഉമ്മറത്തേക്ക് ചെന്നു. കൊള്ളാം, നല്ല പുള്ളിയാ. അകത്തേക്ക് പോയ ആളിനെ അന്വേഷിച്ചു വരാൻ തുടങ്ങുകയായിരുന്നു ഞാൻ. മറുപടിയൊന്നും പറയാതെ ടീപ്പോയിൽ ട്രേ വെച്ച് പറഞ്ഞു. കഴിക്ക്. ഞാനിതൊന്നും കഴിക്കാനല്ല വന്നത്. പിന്നെ? ഓർക്കാതെ ചോദിച്ചുപോയി. പിന്നീടാണ് അബദ്ധമായെന്ന് ഓർത്തത്. തന്റെ ചോദ്യം അജിത്തിനെ പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നു. കൗശലം നിറഞ്ഞ ഒരു ചിരി ആ ചുണ്ടുകളിൽ വിരിഞ്ഞു. എനിക്കെന്തോ എല്ലാ ദിവസവും ഇവിടെ വരണമെന്ന് തോന്നുന്നു. എന്തുകൊണ്ടാണെന്ന് ഞാൻ ദിവസങ്ങളോളം ആലോചിക്കുകയായിരുന്നു. ചിരിക്കുമ്പോൾ മുഖത്തെ മാംസളതയിൽ ആ കണ്ണുകൾ ഇറിഞ്ഞു ചെറുതാവുന്നത് തെല്ലൊരു കാലുഷ്യത്തോടെ നോക്കി നിന്നു. അതിനെന്താ, അജിത്തിന് എപ്പോൾ വേണമെങ്കിലും വരാലോ. അതിന് പ്രത്യേകിച്ച് കാരണം കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. തെറ്റിദ്ധാരണ എന്തെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ ഒഴിവാകട്ടെ എന്ന് കരുതിയാണ് പറഞ്ഞത്. അജിത്ത് മറുപടി പറയാൻ ആലോചിക്കുകയായിരുന്നു. അതിനിടയിൽ ഗേറ്റിനടുത്ത് കാറിന്റെ ഇരമ്പൽ കേട്ടു. വേഗം ഓടിയിറങ്ങി ചെന്ന് ഗേറ്റ് മലർക്കെ തുറന്നു. അച്ഛനാകുമെന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ രവിയേട്ടനും ഏട്ടത്തിയും മടങ്ങി വന്നതാണ്. കാറ് മുന്നോട്ടെടുക്കുന്നതിന് മുമ്പ് ഏട്ടൻ പുറത്ത് മതിലിനരികിൽ ഒതുക്കി വെച്ച അജിത്തിന്റെ ബൈക്ക് ശ്രദ്ധിച്ചു. അജിത്ത് എപ്പോ വന്നു? ചോദ്യം ഉടനെ ഉണ്ടായി. കുറച്ചു നേരമായി. ആ മൂളലിന് പതിവില്ലാത്ത കനം തോന്നി. ഗേറ്റ് അടച്ചു കഴിഞ്ഞ് പോർച്ചിലേക്ക് നടന്നു കയറുമ്പോൾ രണ്ടുപേരും കാറിൽ നിന്നിറങ്ങി തന്നെ കാത്തു നിന്നു. ഡോക്ടർ എന്ത് പറഞ്ഞു? താൻ ചോദിച്ചു. കുറച്ച് ടോണിക്കും ഗുളികയും തന്നു. ഏട്ടത്തി വാനിറ്റി ബാഗ് തുറന്നു കാണിച്ചു. അച്ഛൻ വന്നില്ലേ? രവിയേട്ടൻ ചോദിച്ചു. ഇല്ല. സ്വീകരണ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ചായ കുടിച്ചുകൊണ്ടിരുന്ന അജിത്ത് ഭവ്യതയോടെ എഴുന്നേറ്റു. എപ്പോഴെത്തി? രവിയേട്ടൻ തീരെ മയമില്ലാത്ത മട്ടിലാണ് ചോദിച്ചതെന്ന് തോന്നി. 10 മിനിറ്റ് ആകും. വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല. ചോദ്യവും പറച്ചിലും അവിടെ അവസാനിച്ചെന്ന് കണ്ടപ്പോൾ സതിയേട്ടത്തി പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ടൗണിൽ വെച്ച് അജിത്തിനെ കണ്ടിരുന്നു. ഉവ്വോ, ഞാൻ പക്ഷെ കണ്ടില്ല. ഒരു നിമിഷം ആ കണ്ണുകൾ പിടയുന്നതും കണ്ടു. രവിയേട്ടന്റെ മുഖത്ത് ഗൗരവം നിറയുന്നത് നോക്കി നിന്ന ഏട്ടത്തി കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ അകത്തേക്ക് നടന്നു. ഒപ്പം താനും. തീൻമേശയ്ക്കരികിൽ കസേര വലിച്ചിട്ടിരിക്കുമ്പോൾ ഏട്ടത്തി പറഞ്ഞു. ഇപ്പോൾ വിഷ്ണുവേട്ടനെ കണ്ടു. ഏട്ടന് ട്രാൻസ്ഫർ ആണ്. നേരോ? എവിടേക്ക്? പ്രമോഷന് കൂടെയുള്ള മാറ്റമാണ്. എവിടേക്കാവുമെന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല. ചിലപ്പോ 1-2 ദിവസത്തിനകം അറിയാം. പിന്നെ അതേക്കുറിച്ച് അന്വേഷിക്കാൻ തനിക്ക് കഴിഞ്ഞില്ല. താല്പര്യമുണ്ടായില്ലെന്ന് പറയുന്നതാവും ശരി. വിഷ്ണുവേട്ടന് കിട്ടുന്ന ട്രാൻസ്ഫർ എങ്ങോട്ടേക്കാണെങ്കിലും അത് തന്നെ ബാധിക്കില്ലല്ലോ. പക്ഷേ പിന്നീടാണ് താൻ പഠിച്ചിരുന്ന നഗരത്തിലേക്കാണ് മാറ്റമെന്നറിഞ്ഞത്. റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞ് അവിടേക്ക് വീണ്ടും ചെല്ലുമ്പോൾ രവിയേട്ടൻ പറഞ്ഞു. ഇനിയിപ്പോ ഒട്ടും പേടി വേണ്ടല്ലോ. വിഷ്ണു അടുത്ത് തന്നെയില്ലേ? ഹോസ്റ്റൽ അഡ്മിഷൻ എഴുതി കൊടുക്കുമ്പോൾ ലോക്കൽ ഗാർഡിയന്റെ കോളത്തിൽ ഏട്ടൻ വിഷ്ണുവിന്റെ പേരും മേൽവിലാസവും എഴുതുന്നത് കണ്ട് തനിക്ക് ചിരി വന്നു. തന്നെ കണ്ടാൽ ശരിക്കൊന്ന് സംസാരിക്കാൻ കൂടി മുതിരാത്ത ആളാണീ തന്റെ രക്ഷകർത്താവാകാൻ പോകുന്നത്. ഹോസ്റ്റലിൽ നിന്നും
സൗമ്യയെ കൂട്ടിന് കിട്ടി. വാർഡന്റെ തടിച്ച കണ്ണട ചില്ലകൾക്കിടയിൽ കൂടി കൂർത്തു വരുന്ന നോട്ടത്തിന് മുൻപിൽ ഒന്നും ഉരിയാടാനാവാതെ നിൽക്കുന്ന ഓരോ നിമിഷവും ഉള്ളിൽ കാലുഷ്യത്തിന്റെ തീജ്വാലകൾ കത്തിപ്പടരുന്നു. മനസ്സ് ആശങ്കാകുലമാണ്. കത്തിലെ ഉള്ളടക്കം എന്താകും? വാർഡന്റെ മുഖത്ത് പഴയ സൗഹൃദ ഭാവമില്ല. പകരം തീക്ഷ്ണതയേറി വരുന്ന നോട്ടം. താൻ പറയുന്നതൊന്നും വിശ്വസിക്കാൻ ഇനി തന്നെ കിട്ടില്ലെന്ന ഭാവം ആ മുഖത്ത് നിറഞ്ഞു നിന്നു. ഞാൻ ഇതിനു മുമ്പ് ഒരു വാണിംഗ് തന്നതല്ലേ? ആ സ്വരത്തിൽ പൗരുഷത്തിന്റെ പരുവരിപ്പുണ്ടായിരുന്നു. ശരിയായിരുന്നു. ആഴ്ചകൾക്ക് മുൻപ് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാതിരുന്നൊരു സന്ദർഭത്തിൽ തനിക്ക് വന്ന മറ്റൊരു കത്ത് കയ്യിൽ വെച്ച് വാർഡൻ തന്നെ നോക്കിയ നോട്ടം ഇന്നും മറന്നിട്ടില്ല. രേണുകയെ ഞാൻ നല്ല കുട്ടികളുടെ കൂട്ടത്തിലാണ് കൂട്ടിയിരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ. പഠിക്കുന്ന സമയത്ത് വഴിതിരിഞ്ഞ് ചിന്തിക്കാൻ ഇട നൽകരുത്. അന്ന് പറഞ്ഞ വാക്കുകൾ തനിക്ക് പറയാനുള്ളത് മുഴുവനും അനുഭാവപൂർവ്വം കേൾക്കാൻ സന്നദ്ധത കാട്ടിയതാണ്. പക്ഷെ ഇപ്പോൾ ആ മുഖം നിറയെ തന്നെക്കുറിച്ചുള്ള അവിശ്വാസം നിറഞ്ഞു നിൽക്കുന്നു. ഇനി എന്നെ പറഞ്ഞു പറ്റിക്കാൻ നോക്കണ്ട എന്ന മട്ട്. മിഴികളിൽ നനവിന്റെ നേരിയ പാട വീണു കഴിഞ്ഞിരുന്നു. കുനിഞ്ഞ് മേശയുടെ വക്കിൽ നഖമൊരച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മുകളിൽ തിരിയുന്ന ഫാനിന്റെ കാറ്റേറ്റ് വാർഡന്റെ കയ്യിലിരുന്ന കത്ത് വിറകൊള്ളുന്നത് കണ്ടു. യാതൊരു പ്രതികരണവും തന്നിൽ നിന്നുണ്ടാകാതിരുന്നിട്ടും കത്തുകളുടെ വരവിന് മുടക്കമുണ്ടായിട്ടില്ല. അജിത്ത് മനഃപൂർവ്വം തന്നെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഇതൊന്ന് അവസാനിപ്പിക്കാൻ എന്താണൊരു വഴി? ദാ കൊണ്ടുപോയിക്കോളൂ. ഇനിയും ഇത് ആവർത്തിച്ചാൽ ഞാൻ വീട്ടിലറിയിക്കും. അത് ഓർമ്മ വേണം. തന്റെ നേരെ നീട്ടിപ്പിടിച്ച കത്ത് വാങ്ങുമ്പോൾ കൈകൾ വിറയാർന്നിരുന്നു. മുറിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് മുമ്പ് ആ മുഖത്തേക്ക് നോക്കി. ഇല്ല, പഴയ സൗഹൃദഭാവം ഇതുവരെ മടങ്ങി വന്നിട്ടില്ല. പുറത്ത് നീണ്ട വരാന്തയിൽ സൗമ്യ കാത്തു നിൽക്കുന്നു. എന്താ രേണു? അവൾ ആശങ്കയോടെ അടുത്തേക്ക് വന്നു. തന്റെ മുഖഭാവവും കയ്യിൽ ചുരുട്ടിപ്പിടിച്ചിരുന്ന കത്തും കണ്ടിട്ടാവാം അടുത്ത ചോദ്യമുണ്ടായി. പഴയ കേസ് തന്നെയാണോ? വഴക്ക് പറഞ്ഞോ? നീ ഒന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞില്ലേ? മറുപടി പറയാൻ നിമിഷങ്ങൾ എടുത്തു. പറഞ്ഞു, പക്ഷേ വാർഡൻ വിശ്വസിക്കുന്നില്ല. സൗമ്യയ്ക്ക് പിന്നീട് ചോദ്യങ്ങൾ നഷ്ടമായി. ഇരുവർക്കും ഇടയിലെ നിശബ്ദതയ്ക്ക് കനമേറി വന്നപ്പോൾ മുകളിലേക്ക് നടന്നു. സൗമ്യ പിന്നാലെ വരുന്നുണ്ടായിരുന്നു. പടികൾ കയറുന്നതിനിടയിൽ കയ്യിലിരുന്ന കത്ത് കീറി ചെറു കഷ്ണങ്ങളാക്കി ജനാലയിലൂടെ പുറത്തേക്കെറിഞ്ഞു. വായുവിന്റെ ചുഴലിയിലൂടെ ആ കടലാസ് തുമ്പുകൾ കറങ്ങി താഴേക്ക് വീഴുന്നത് ഒരു നിമിഷം നോക്കി നിന്നു. വായിച്ചു നോക്കാമായിരുന്നില്ലേ? സൗമ്യയുടെ പതിഞ്ഞ സ്വരം. എന്തിന്? തിരിഞ്ഞു നിന്ന തന്റെ മൂർച്ചയേറിയ നോട്ടത്തിന് മുന്നിൽ അവളുടെ തല താഴ്ന്നു. പറഞ്ഞു പോയത് അബദ്ധമായി എന്നവൾക്ക് തോന്നിയിട്ടുണ്ടാവാം. ഉള്ളിൽ അജിത്തിനോടുള്ള അമർഷം കത്തിയെരിഞ്ഞ നിമിഷങ്ങൾ. കൈകൾ പരസ്പരം കൂട്ടിത്തിരുമി എത്ര നേരം ആ നിൽപ്പ് നിന്നെന്ന് അറിയാനില്ല. നല്ല വഴക്ക് പറഞ്ഞങ്ങോട്ട് എഴുതിയാലോ? സൗമ്യ വീണ്ടും ചോദിച്ചു. തലയുയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. ചോദ്യഭാവത്തിലുള്ള ആ നോട്ടം തന്റെ കണ്ണുകൾ തന്നെ തറഞ്ഞു നിൽക്കുന്നു. പാവം ഉള്ളിലോർത്തു. തനിക്ക് നേരിട്ടിരിക്കുന്ന ധർമ്മസങ്കടം അവളുടേതും കൂടിയായിരിക്കുന്നു. രേണുകയ്ക്ക് അയാളെ ഇഷ്ടമല്ലെന്ന് തുറന്നെഴുതണം, അതാ വേണ്ടത്. മറുപടി ഒന്നും പറയാൻ കഴിഞ്ഞില്ല. താൻ പറയാതെ തന്നെ അജിത്ത് മനസ്സിലാക്കേണ്ടതാണ്. പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള യാതൊരു സമീപനവും തന്നിൽ നിന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്താണിങ്ങനെ? പ്രത്യേകിച്ചൊരു ഉത്തരം കണ്ടുപിടിക്കാനാവാതെ കുഴങ്ങുകയാണ് മനസ്സ്. സൗമ്യ പറഞ്ഞതുപോലെ വെട്ടി തുറന്ന് എഴുതിയാലോ? പലവട്ടം ആലോചിച്ചതാണ്. പക്ഷേ എഴുതാനുള്ള ധൈര്യമില്ല. പ്രതികൂലമായിട്ടാണെങ്കിലും താൻ അജിത്തിന് കത്തെഴുതിയെന്നെങ്ങാണം വീട്ടിലറിഞ്ഞാൽ. ചിന്ത അവിടെ എത്തുമ്പോൾ പതറിപ്പോകുന്നു. പതുക്കെ മുറിയിൽ ചെന്ന് കിടക്കയിൽ വീണു. തന്റെ മൗനം കണ്ടിട്ടാവും വാതുക്കൽ വന്നു നിന്ന സൗമ്യ പിന്നീട് ഒന്നും ചോദിച്ചില്ല. പഠിച്ചുകൊണ്ടിരുന്ന നോട്ട്ബുക്ക് കിടക്കയിൽ അതേപടി കിടക്കുന്നു. വീണ്ടും അതെടുക്കാനുള്ള മനസാന്നിധ്യം ഉണ്ടായില്ല. മനസ്സ് വാർഡന്റെ താക്കീതിൽ തന്നെ കുരുങ്ങിക്കിടക്കുകയാണ്. താൻ മറുപടി എഴുതാതിരിക്കുന്നത് അജിത്തിനൊരു പ്രശ്നമല്ലെന്ന് തോന്നുന്നു. അപ്പോൾ കത്തുകൾ ഇനിയും വരും. വാർഡൻ വീട്ടിൽ അറിയിക്കുന്നതിന് മുമ്പ് താൻ തന്നെ പറയുന്നതാണ് ബുദ്ധി. ഇല്ലെങ്കിൽ ചോദ്യങ്ങൾ അനവധി ഉണ്ടാകും. താൻ എല്ലാം മറച്ചു വെച്ചെന്ന സത്യം ആരും പുറത്തു തരില്ല. സതിയേട്ടത്തിയോട് ഫോൺ ചെയ്ത് പറഞ്ഞാലോ? ഏട്ടത്തി എന്തെങ്കിലും പോംവഴി കണ്ടുപിടിക്കാതിരിക്കില്ല. സാവകാശം ആലോചിച്ചപ്പോൾ മറ്റൊരു തീരുമാനമെടുക്കാനാണ് തോന്നിയത്. എന്തായാലും ഓണാവധിക്ക് ഇനി കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. ഇതിലധികം ഇനിയും അജിത്തിന്റെ ശല്യം ഉണ്ടാവില്ലെന്ന് സമാധാനിക്കാം. വരട്ടെ, അവധിക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ നേരിട്ട് പറയാം. അതാണ് നല്ലത്. മനശല്യം ഉണ്ടാക്കുന്ന എല്ലാ ചിന്തകളും ഉള്ളിൽ നിന്ന് തൂത്തെറിഞ്ഞുകൊണ്ട് ഏകാഗ്രതയോടെ മുന്നിലിരിക്കുന്ന നോട്ട്ബുക്കിൽ നിന്നും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ദിവസങ്ങൾ വേഗം കടന്നുപോയി. അവധി തുടങ്ങുന്നതിന്റെ തലേ ദിവസം അച്ഛനാണ് വിളിക്കാൻ വന്നത്. വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ
മനസ്സൊരു പൂത്തുമ്പിയായി. സതിയേട്ടത്തിൽ നിന്ന് ഇടയ്ക്ക് നഷ്ടപ്പെട്ടു പോയ ഓജസ്സും ചൈതന്യവും ഒക്കെ മടങ്ങി വന്നിരിക്കുന്നു. ഒരു പകൽ അച്ഛനോടൊപ്പം മുത്തശ്ശിയെ കാണാൻ പോവുകയായിരുന്നു. കാറിലിരിക്കുമ്പോൾ എതിരെ നിന്നും ശരവേഗത്തിൽ പാഞ്ഞു വരുന്ന ബൈക്കിലിരുന്ന അജിത്തിനെ അച്ഛനാണ് ആദ്യം കണ്ടത്. അജിത്തല്ലേ മോളെ അത്? സംശയം തോന്നിയപ്പോൾ ഉറപ്പുവരുത്താനായി അച്ഛൻ ചോദിച്ചു. തന്റെ മുകളിൽ പൊടുന്നരെ നിന്നുന്മേഷം കടന്നുകൂടി. കത്തുകളുടെ കാര്യം താൻ മറന്നു തുടങ്ങിയതായിരുന്നു. ഉള്ളിൽ തിരയടിച്ചു നിന്നിരുന്ന ഉത്സാഹം നഷ്ടമാകുന്നതറിഞ്ഞു. കാറിനടുത്തൂടെ കടന്നു പോകുമ്പോൾ അജിത്തിന്റെ നോട്ടം അകത്തേക്ക് നീണ്ടിരുന്നു. എന്തൊരു വേഗത്തിൽ അവൻ ഓടിക്കുന്നത്! അച്ഛന്റെ ആത്മകഥ. അഭിപ്രായമൊന്നും പറയാൻ പോയില്ല. വല്യച്ഛന്റെ വീട്ടിൽ ചെന്ന് 10 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് ഗേറ്റിനരികിൽ ബൈക്കിന്റെ ശബ്ദം കേട്ടു. ഉള്ളം ക്രമാതീതമായി തുടി കൊട്ടാൻ തുടങ്ങി. ഏതു നിമിഷവും താൻ ഇരിക്കുന്നിടത്തേക്ക് അയാൾ കടന്നു വരുമെന്ന് മനസ്സ് പറഞ്ഞു. മുത്തശ്ശിയുടെ അടുത്തു നിന്നും പെട്ടെന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥ. അവർ വീട്ടിലെ ഓരോ വിശേഷങ്ങൾ ചോദിച്ചു തുടങ്ങിയതേ ഉള്ളൂ. ആകെ ഒരു വിഷമസ്ഥിതിയിലായി. അധികം കാത്തിരിക്കേണ്ടി വന്നില്ല. അജിത്ത് വാതിലിനടുത്ത് വന്നു നിന്നു. തല ഉയർത്തി നോക്കാനുള്ള ആത്മധൈര്യം തനിക്ക് നഷ്ടമായി തുടങ്ങിയിരുന്നു. പിന്നീട് മുത്തശ്ശിയുടെ ചോദ്യങ്ങളൊന്നും ചെവിയിൽ പതിഞ്ഞില്ല. അജിത്തിന്റെ സാന്നിധ്യം മുത്തശ്ശി അറിഞ്ഞിട്ടില്ലെന്ന് തോന്നി. മുറിയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണൊരു വഴി? നിനക്കായി മാത്രം എന്ന നോവലിന്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ നോവൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്